സകല ആകുലങ്ങളെയും കർത്താവിൽ ഞാൻ ഇട്ടു തരുന്നപ്പ. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത രാത്രിയായി പകലായി ഏത് സ്ഥലത്താണ് നിങ്ങളായിരിക്കുന്നത് അവിടെയൊക്കെയും കർത്താവിൻ്റെ പ്രവൃത്തി ആസ്വദിക്കുവാൻ അനുഭവിക്കുവാനും ദൈവാത്മാവിൽ ഇടയാകട്ടെ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ഒരിക്കലും നശിക്കത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. അവനെപ്പോഴും അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദാരിദ്ര്യത്തിലല്ല വിശ്വസിക്കുന്നത്, ഞെരുക്കത്തിലല്ല വിശ്വസിക്കുന്നത്, വാരി ഉതറി കൊടുക്കുന്ന ദൈവത്തിൻ്റെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തെടുക്കാൻ ഇടയായിത്തീരും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നത്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ്, നിങ്ങളോട് തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനഭാഗമല്ല, വചനചിന്ത. ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു വചനചിന്തയുണ്ട്, പ്രധാനപ്പെട്ടൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താന്ന് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞു. മിറക്കിൾ മണി. ഒരാള് പറഞ്ഞു ദിവ്യ സ്വഭാവം. ബാക്കിയൊക്കെ മിറക്കിൾ മണിയൊക്കെ പിന്നീട് വരുന്നതാണ്. ദിവ്യ സ്വഭാവം അത് നല്ലതാണ്, പറഞ്ഞത് നല്ലതാണ്. ദിവ്യ സ്വഭാവം എന്ന വാക്തത്വമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പായിട്ടൊരു സാക്ഷ്യം ഇന്ന് പറയുകയാണ്. ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ട്. ഞാൻ ആ സഹോദരി പറഞ്ഞായിരുന്നു. ഞാൻ ആ സാക്ഷ്യം ഇന്ന് കേൾപ്പിക്കാൻ കാരണം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ യൂട്യൂബിലും പല ആൾക്കാർക്കൊരു ചോദ്യമുണ്ട്. ബ്രദറെ, ചിലരെന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രദറെ, അതായത് നമ്മുടെ പ്രാർത്ഥനയെ കൂടുന്നവരല്ല, അല്ലാതെ ചില സഹോദരന്മാരൊക്കെ ചോദിക്കും, ബ്രദറെ, ചില പ്രവചന ആലോചനകൾ സൂമിൽ ആൾക്കാർ ചിലപ്പോൾ അതെൻ്റെ കാര്യമാണ്, എൻ്റെ വിഷയമാണെന്ന് പറയും. പക്ഷെ ചിലപ്പോൾ അതൊന്നും ആൾക്കാർ റിസീവ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ സൂം മാത്രമല്ല, കാര്യം ഞാൻ കോട്ടയത്തെ മീറ്റിങ്ങിന് ഓർക്കുന്നുണ്ട്. ആ ദൈവികമായ ഒരു പ്രവചനാലോചന വെളിപ്പെട്ടപ്പോൾ യൂട്യൂബിൽ വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ലൈവ് ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, ഇതിന് ശേഷം യൂട്യൂബിൽ കാണുന്നവരുണ്ട്. അപ്പം മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഞാൻ ഇന്നലെ നമ്മൾ കേട്ട ഒരു ആലോചനയുടെ, അത് ഞാൻ ആലോചന കേൾപ്പിക്കാൻ ഒരു കാരണമുണ്ട്. സിസ്റ്റർ ഇന്ന് ആ പ്രാർത്ഥനയിലുണ്ട്, ഞാൻ സിസ്റ്ററോട് പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ സൗകര്യക്ക് അറിയാം. ഞാൻ ആലോചന ആ സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഓഡിയോ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി കേൾപ്പിക്കാം. ഞാൻ ഇത് കേൾപ്പിക്കാം. ആ ടെസ്റ്റിമണി ഒന്ന് കേൾക്കുക നിങ്ങൾ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എനിക്ക് ഇന്നത്തെ പ്രാർത്ഥന ഞാൻ കൂടാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഉറക്കം വരും. ഈ 9:30 പ്രാർത്ഥന ആക്കിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ചൊവ്വന്നേരം എനിക്ക് കൂടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഷോപ്പിൽ വന്നിരുന്നിട്ട് അത് എല്ലാ ദിവസവും കേൾക്കും. അങ്ങനെ ഇന്നലെ ഞാൻ 9:30 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. അപ്പോൾ എൻ്റെ മകളെന്നോട് ചോദിച്ചു, ഇന്നെന്നെ പ്രാർത്ഥന കൂടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുവാ, ഞാൻ നാളെ കേട്ടോളാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറി കിടന്നു. ഇന്ന് ഞാനിവിടെ ഷോപ്പിൽ വന്നിരുന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ ഒരു ഇത് പറയുന്നത്. ഒരു ലോക്കറ്റുമായിട്ട് സംബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്, സീമയുടെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒരു റോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സീമ എന്ന വ്യക്തിയുമായിട്ടായിരുന്നു.
ആ മകള് ഒരു എനിക്കൊന്നൊരു അരപ്പവനാണോ കാപ്പവനാണോ എന്നറിയില്ല, ഒരു ലോക്കറ്റ് ഗിഫ്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് ഗിഫ്റ്റായിട്ട് അവളുടെ കയ്യിൽ നിന്നും കിട്ടിയതാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആ വിഷയം ഒരു 3.5 വർഷത്തോളം ആ വിഷയത്തിൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു. അതുപോലെ പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അച്ഛന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ധ്യാന സെൻറ്ററുകളിൽ പോയിട്ടുണ്ട്, പല സിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ അവസാനം ഞാനൊരു മുസ്ലിമിൻ്റെ അടുത്ത് വരെ പോയായിരുന്നു ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപ് ഒരു 6 മാസം മുന്നേ ആ ലോക്കറ്റ് ഹസ്ബൻഡ് വിറ്റു. ആ ലോക്കറ്റിൻ്റെ കൂടെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചപ്പം അമ്മയുടെ മാല പുള്ളിയുടെ അവർ വീതം വെച്ചപ്പം പുള്ളിക്കാണ് കിട്ടിയത്. അങ്ങനെ ആ മാലയും ആ ലോക്കറ്റും വിറ്റു. ഞാൻ അതിൻ്റെ വിഷയത്തിൽ ഇപ്പം ഞാനൊന്നും അതിനെപ്പറ്റി ഒന്നും ഞാനല്ലെങ്കിലും പുള്ളിയുടെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മക്കളാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു അമ്മയ്ക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടോ ഒന്നും തന്നിട്ടില്ല. ഒക്കെ ഈ പ്രശ്നങ്ങളുടെ പേരിലാണ്. മക്കൾ അറിഞ്ഞുകൊണ്ടല്ല, മക്കളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവാണെന്ന് എനിക്കറിയാം. ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, 2 വർഷമായിട്ട് ഞാനും ഹസ്ബൻഡും 2 റൂമിലാണ് കിടക്കുന്നത്. പുള്ളി ഹാളിൽ കിടക്കും, ഞാൻ ബെഡ്റൂമിൽ കിടക്കും. പുള്ളി വീട്ടിൽ നിന്ന് ട്രേഡിങ് കാരണം ഇന്ന് തണുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കട്ടിലേ വന്ന്, ഞാൻ കിടക്കുന്ന കട്ടിലേ വന്ന്, ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന കട്ടിലേൽ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ഷോപ്പിലേക്ക് പോരാൻ നേരം ആ കട്ടിലേക്ക് പുള്ളിയുടെ ജംഗമ വസ്തുക്കളെല്ലാമായിട്ട് ലാപ്ടോപ്പ്, ഫോണ്, കമ്പ്യൂട്ടർ എല്ലാമായിട്ട് പുള്ളി അങ്ങോട്ടേക്ക് കട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ പോരുമ്പം. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന അതിനുശേഷം ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഇത് എനിക്കുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറയുകയോ ഈ കാര്യങ്ങളെല്ലാം പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ സഹോദരി എനിക്ക് അയച്ചു തന്ന സാക്ഷി. ഞാനിത് കേൾപ്പിക്കാൻ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ നമ്മൾ കേട്ട ആ വീഡിയോ കൂടെ ഞാൻ കേൾപ്പിക്കുക. ഇന്നലത്തെ ലൈവാണത് ഉണ്ടാകുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ലോക്കറ്റ് കർത്താവ് എന്നെ എടുത്ത് കാണിക്കണം. ലോക്കറ്റ്, ആ ലോക്കറ്റിൻ്റെ ഈ മാലയിൽ തന്നെയുള്ളൊരു ലോക്കറ്റാണ് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ആ ലോക്കറ്റിൽ ഞാൻ ഈ എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു രൂപം അതിലിങ്ങനെ അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അതായത് ആ ഒരു ലോക്കറ്റിൽ ഒരു രൂപം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു രൂപം ഇങ്ങനെ, അതായത് നമ്മൾ കാണുമ്പോൾ സാധാരണ പിക്ചർ ഒരു സ്റ്റീലിൽ ഒരു പിക്ചർ വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലോക്കറ്റാണ് ഞാൻ കാണുന്നത്. എൻ്റെ കർത്താവ് ആ ലോക്കറ്റിൽ ഒരു കാണുന്ന വ്യക്തിയെ പറ്റി ഒരു വാക്ക് പറയുന്നത് സീമയുമായിട്ട് ബന്ധപ്പെട്ട, സീമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ ലോക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ കാണുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേലെ കർത്താവ് പറയുന്നത് ഈ ദിവസങ്ങളിൽ കേട്ടോണം, കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വേണ്ടി പോവാം. കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നത് കർത്താവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇനി ഓടണ്ട. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി ഓടി തളർന്നൊരു വ്യക്തിയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്ത വ്യക്തിയാണ്. പ്രാർത്ഥിച്ച് മടുത്ത വ്യക്തിയാണ്. നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുകയാണ്. എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എത്ര കാലമാണ് നടക്കുന്നതെന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലേക്ക് കയറി വരാം. ആമേൻ. ഇന്നലെ കേട്ട ഒരു ദൈവിക ആലോചനയാണ്. അപ്പോൾ നിങ്ങളത് എത്ര പേര് നിങ്ങളിത് കേട്ടായിരുന്നു? എത്ര പേര് നിങ്ങളിത് കേട്ടവരുണ്ടായിരുന്നു? ഞാനിത് കേൾപ്പിക്കാൻ എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അത് സിസ്റ്റർ ഇന്ന് പ്രാർത്ഥനയുണ്ട്. സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാനിത് ചോദിക്കുന്നില്ല. കാരണം വെച്ചാൽ എടുത്ത് കേൾപ്പിക്കാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് വിള്ളലുകൾ ഉണ്ടാകും. ഞാനത് പ്രത്യേകത എടുത്ത് കേൾപ്പിക്കുന്നതിൻ്റെ കാരണം, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന പിശാചിൻ്റെ ചില പദ്ധതികളുണ്ട്. അതായത് ഇന്നലെ ഈ ആലോചന പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടായിരുന്നു, ആ സമയത്ത് സഹോദരി കേട്ടിട്ടില്ല ഈ പ്രാർത്ഥന.
ആ സമയത്ത് കേട്ടില്ല. പിറ്റേ ദിവസമാണ് ഇത് കേൾക്കുന്ന സമയത്ത് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇന്നലെ ആലോചന കേൾപ്പിക്കാനൊരു കാരണം, ആ വീഡിയോയുടെ ഇന്നലത്തെ ലൈവ് എടുത്ത് ഞാൻ കേൾപ്പിക്കാൻ അതിൻ്റെ ഒരു വാക്ക് പറഞ്ഞു. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അലഞ്ഞൊരു വ്യക്തിയാണ്. എത്ര പേര് ആ വാക്ക് കേട്ടായിരുന്നു? ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അലഞ്ഞൊരു വ്യക്തിയാണ്. അതിന്റെ കൂട്ടത്തിൽ കർത്താവ് ആ ലോക്കറ്റ്, അപ്പൊ ഞാൻ ഇന്നലെ ഓർക്കുകയും ചെയ്തു, ഈ ലോക്കറ്റുമായിട്ട് എന്താണ് ലോക്കറ്റ് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ ആ ലോക്കറ്റ് തന്നെ സ്റ്റക്കായി നിൽക്കുക. ആ ലോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് ആ കൂട്ടത്തിൽ. അപ്പോഴാണ് അതിൻ്റെ തടസ്സമായ കുടുംബത്തിൻ്റെ മേൽ നിന്ന ആ ബന്ധന കാരണമായ പിശാചിനെ അവിടെ എന്ത് ചെയ്യുകയാണ്, പറഞ്ഞ പോലെ തന്നെ 2 വർഷമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് അവർ ഒരുമിച്ച് എന്ത് ചെയ്തിട്ടില്ല, അവർ ഒരുമിച്ച് ഒരു കട്ടിൽ കിടന്നിട്ടില്ല. കാര്യം അതുപോലെ അവർ ജീവിതത്തെ വിള്ളലാക്കിയത്. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ആ ഹസ്ബൻഡ് അവിടെ വന്നു. അപ്പോൾ ഞാനിത് കേൾപ്പിക്കാൻ കാരണം അത് നാണക്കേടായിട്ടൊന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കയറിക്കൂടുന്ന പിശാചുക്കൾ നമുക്കറിയാം. നമ്മൾ ഓർക്കുമ്പോൾ എന്തുവാ, കുടുംബജീവിതത്തിൽ എന്തോ ഒരു തെറ്റായ ഒരു കാര്യം നടന്നു. അല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു പിശാചിൻ്റെ തന്ത്രമുണ്ട്. കുടുംബത്തിൽ സമാധാനം തീർച്ച പറഞ്ഞു കേട്ടില്ലേ, ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ അത് കറക്റ്റ് ഞാൻ അത് ആ ആലോചന കേൾപ്പിക്കാൻ ഒരു കാരണം അതിൻ്റെ എടുത്തു പറയുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അലഞ്ഞൊരു വ്യക്തിയാണ്, അങ്ങനെ തന്നെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഞാനിത് കേൾപ്പിച്ചത് എടുത്തിട്ട് പറഞ്ഞു. ഞാൻ പലയിടങ്ങളിൽ പോയ ആളാണ്, പല സ്ഥലങ്ങളിൽ പോയി, ഒരു സ്ഥലത്തും പോയിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. ഒടുവിൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴാണ്. എന്നാലോചിക്കുക, ദൈവാത്മാവ് എത്രത്തോളം നമ്മളെ കാണും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, സൂമിൽ കേൾക്കുന്നതായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇതിൻ്റെ അകത്തെല്ലാം ഒരു സ്പിരിച്വൽ കവറിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്നലെ സഹോദരി ലൈവിലില്ല, പക്ഷേ സഹോദരിക്ക് വേണ്ടി ഒരാളാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറില്ല, നിങ്ങൾ ദൈവിക ആലോചന വരുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറഞ്ഞത്. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത്, എനിക്കറിയാം ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന ആരോടൊക്കെയോ കർത്താവ് ഇടപെടുക. അത് ലൈവിൽ മാത്രമല്ല, ഈ സൂമിൽ മാത്രമല്ല, യൂട്യൂബിലും കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് ഒത്തിരി, ഞാൻ പറയും, ഇതുപോലെ സാക്ഷ്യം ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നത്, കേൾപ്പിക്കാൻ പറ്റുന്നത്, കാണിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ നമ്മുടെ സൗഖ്യത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും പ്രവചന ആലോചന കർത്താവ് ആലോചിച്ച് നോക്കി. ഞാൻ എന്തുകൊണ്ട് അത് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വചനമുണ്ട്, ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ സഹോദരി എടുത്തു പറഞ്ഞിട്ട്, ഞാൻ ഇന്നേ വരെ ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ല, ആരോടും ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഞാനിത് എടുത്ത് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വോയിസ് റെക്കോർഡിനകത്ത് തന്നെ ഞാൻ ഇതെന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലില്ല, ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. കാര്യം അവരുടെ പേഴ്സണൽ വിഷയമാണ് അത്. അതൊന്ന് ആലോചിക്കുക. അപ്പം എത്രത്തോളം അവരുടെ വീട്ടിൽ നടക്കുന്ന, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന അതിൻ്റെ കാരണമായ വ്യക്തിയുടെ പേര് പോലും കർത്താവ്, ദൈവാത്മാവ് കൃപാവരങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. കൃപാവരങ്ങളിലൂടെ എന്ത് ചെയ്യുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, പരിശുദ്ധ ആത്മാവിൽ വിശ്വസിക്കുന്ന ആ വ്യക്തി, ഞാൻ ആ വ്യക്തിൻ്റെ തൊണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ സഹോദരിയെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറയിപ്പിക്കുന്നില്ല. കാരണം ഞാൻ സഹോദരി പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇത് കേൾപ്പിച്ചത്. കാരണം അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എടുത്തു പറയുന്നില്ല. സഹോദരി ഇതിൻ്റെ തൊണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഴപ്പമില്ലെങ്കിൽ സഹോദരിക്ക് എന്ത് ചെയ്യാം, പറയാം, എൻ്റെ കാര്യമാണെന്ന് പറയാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, പറയണ്ട. വീടിൻ്റെ അകത്ത് അന്തരീക്ഷം നമുക്കറിയാം, കേട്ടല്ലോ. എങ്കിലും കർത്താവ് ഇതെല്ലാം കാണുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ ചെയ്യുന്നു. ഇത് ഞാൻ കേൾപ്പിച്ചതിൻ്റെ കാര്യം സഹോദരി വിഷമിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ദൈവത്തിൽ ഇതിന് പരിഹാരമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. കർത്താവിൽ നമുക്ക് ഇതിൻ്റെ മേൽ എല്ലാം ഒരു പരിഹാരമുണ്ട്. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഇതിൻ്റെ അകത്ത് കൂടി വരുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് മാത്രമാണ്. പലരും ചോദിക്കും, ബ്രദർ ചുമ്മാ പറയുന്നതാണോ ഈ പേരുകളും കാര്യങ്ങളും ഒക്കെ? എന്നാലോചിക്കുക. ഞാനത് എടുത്ത് കേൾപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, അതാ പറഞ്ഞ സൗകര്യത്തിലെ പ്രാർത്ഥനയ്ക്ക് കയറിയ ആളല്ല, കയറിയിട്ടില്ല. പിറ്റേ ദിവസമാണ് ജോലി സ്ഥലത്ത് പോയത്. അതായത് ഇന്ത്യൻ സമയം രാവിലെയാണ്. ഞാനിത് നമുക്കറിയാം, ഞാനിപ്പോൾ ഉള്ള രാജ്യം നിങ്ങൾക്കറിയാം, നമ്മൾ കേട്ട രാത്രിയിലാണ്. പിറ്റേ ദിവസമാണ് ഈ സഹോദരിയൊക്കെ കറക്റ്റ് ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഏത് സമയത്തായിക്കോട്ടെ, ഞാനൊരു കാര്യം പറയാം, എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളത് വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ. നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ഇതാണ് വിശ്വാസം. നമ്മളെ സംശയിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണെങ്കിൽ, വിശ്വസിക്കുക എന്നുള്ളത് ദൈവപക്കട അവകാശമാണ്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫെബ്രുവരിയിലുള്ള പ്രാർത്ഥനകളെപ്പറ്റി പറയുകയാണെങ്കിൽ, തുടക്കത്തിലെ പറയണം, അവസാനം ഒന്നുകൂടെ പറയും. നമ്മുടെ ഫെബ്രുവരിയിലുള്ള പ്രാർത്ഥന, ഞാൻ ഫെബ്രുവരിയിൽ 17-ാം തീയതി ഇവിടെ വരികയാണ്. ഒരാഴ്ചത്തെ പ്ലാനാണ്. ഒരാഴ്ചത്തേക്ക് ഞാൻ ഇവിടെ വരുന്നുള്ളൂ ഇന്ത്യയിലേക്ക്. അപ്പോൾ ഒരാഴ്ചത്തെ നമ്മുടെ മീറ്റിംഗ് ആണ്. 3 സ്ഥലങ്ങളിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫേം ഉണ്ടെങ്കിലും നമുക്ക്
മെയിനായിട്ട് നടക്കാൻ പോകുന്ന ഉടനെയുള്ള മീറ്റിങ്ങുകൾ 3 സ്ഥലത്താണ് നടക്കാൻ പോകുന്നത്. ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ പിന്നെയും വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. എത്രവർക്ക് ആഗ്രഹമുണ്ട് നേരിട്ട് പ്രാർത്ഥനകളിൽ ഒന്ന് പങ്കുചേരാൻ? എത്രവർക്ക് ആഗ്രഹമുണ്ട്? ആമേൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വർഗീസ് ബ്രദർ മജാസ്റ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇന്നാളത്തെ പോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തുമാണ് നമ്മൾ മീറ്റിങ്ങുകൾ ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാനത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള മീറ്റിങ്ങുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരുവാനും ഒരു കൈവപ്പ് ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സമയങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരമുണ്ട്. അപ്പം എത്ര പേര് എന്നാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് പറ്റിയതുപോലെ സംഭവിക്കാതിരിക്കുവാൻ, പക്ഷെ അന്ന് ദൈവകൃപയാൽ അന്ന് എടുത്ത പ്രാർത്ഥനാ സ്ഥലത്ത് ആദ്യം നമ്മൾ 100 പേരുടെ ഹോളാണ് എടുത്തത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ഒരു 10-11 മണി ആയപ്പോഴേക്കും 100 കവിഞ്ഞ് അവസാനം 1000 പേരുടെ ഹോളിലോട്ട് മാറേണ്ടി വന്നു. ഏകദേശം 700 പേര് തന്നെ എണ്ണിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് ഉണ്ടായത് കാരണം അങ്ങനെ തൊട്ട് താഴെ ഒരു ഹോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, വഴി നീളെ നമുക്ക് നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എറണാകുളം പോലത്തെ ടൗണിലാണ്. അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്തേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എറണാകുളത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ ഈ ദിവസം ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് അതിൻ്റെ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഹോള് വേണോ ഓഡിറ്റോറിയം വേണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എത്ര പേരുടെ ഹോള് വേണം, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിക്കുക അന്നൊരു ഹോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു അനുഗ്രഹമായിരുന്നു. എപ്പോഴും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് കൊല്ലത്തേക്ക് എന്ത് ചെയ്യാം, വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ആളുകൾ വരുന്നത് നിങ്ങൾ പറയാതെ വരരുത്. കാരണം അതനുസരിച്ച് നമ്മുടെ എന്തിനാണ് ഈ കണക്കെടുക്കുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലായല്ലോ. അതിനനുസരിച്ച് നമുക്ക് അവിടെ ഹോൾ, കാര്യം നമ്മൾ ഒരു തവണ കൂടിയവരാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. ഇത്ര പേര് കൂടും, ഇത്ര പേര് വരും, ഇന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമുക്ക് കണക്ക് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റോറിയംകാർ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവർ അവസാനം AC ഒന്ന് ഓണാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുപോയി. ആ വരാന്തയിലൊക്കെ നിൽക്കേണ്ട അവസ്ഥ വന്നുപോയി. എനിക്ക് തന്നെ മുകളിലോട്ട് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഹോളിലോട്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ പറയുക. ആളുകളുടെ എണ്ണം ചോദിക്കുന്നതിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. നമുക്ക് ഹോള് വേണോ ഓഡിറ്റോറിയം വേണോ തീരുമാനിക്കാൻ വേണ്ടിയാണ്. അതനുസരിച്ച് ആ ഏരിയ നമ്മൾ അന്വേഷിക്കണം, ഹോൾ അന്വേഷിക്കണം. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് സഹോദരന്മാരും സഹോദരിമാരുമാണ് അതെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും പോലും അവിടെ നിന്ന് കൈകെട്ടിയിരിക്കരുത്. കസേര ഇടാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ വേണം. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കൊല്ലത്തും എറണാകുളത്തൊന്നും ഇപ്പോൾ ഹോൾ തീരുമാനിച്ചിട്ടില്ല. ഡേറ്റുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വരവ് മാത്രമേ ഇപ്പം റെഡി ആയിട്ടുള്ളൂ. ഇന്നാണ് ടിക്കറ്റ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ ഡേറ്റുകൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ അറിയിക്കും. അതിൻ്റെ പോസ്റ്ററുകളും ബ്രോഷറുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പട്ടണത്തിന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾക്കൊരു ശുശ്രൂഷ ലെവലിലേക്ക് നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവുക. അനേകർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രവചനാലോചന തുറക്കി കേട്ടത്, നിങ്ങളിൽ ഇതുപോലെ പ്രവചിക്കാൻ വേണ്ടി ദൈവം കൃപ തരും. നിങ്ങളിലൂടെ ഇതേപോലെ തകർന്നവരെ രക്ഷിക്കുവാൻ. ആ കുടുംബത്തിൽ കണ്ട സൗകര്യം പറഞ്ഞല്ലോ, ഒത്തിരി സ്ഥലത്ത് അലഞ്ഞൊരാളാണ്. പക്ഷേ എന്ത് ചെയ്തു, ആ കർത്താവ് തൊട്ടു, ദൈവം അവിടെ ആ കുടുംബത്തെ തൊട്ടു. അതേപോലെ അനേക തകർന്ന കുടുംബങ്ങളെ വിടുവിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ ഒരുക്കും. അതിനുവേണ്ടി കർത്താവ് ശക്തീകരിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. മെയിനായിട്ട് ഈ പട്ടണങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തിരിച്ചു പോകുമ്പോൾ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. അനേകരെ സൗഖ്യമാക്കുന്ന, ക്രിസ്തുയേശുവിൻ്റെ സാക്ഷികളാക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റും. അപ്പോൾ നേരിട്ട് നമുക്ക് കാണാം. നേരിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കൈവപ്പ് ശുശ്രൂഷയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഒരുമിച്ച് നമുക്ക് കാണാം. വലിയ പ്രവൃത്തികൾ. അപ്പോൾ ഈ ദിവസങ്ങളിൽ മൊത്തം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അനേകരെ, നിങ്ങൾക്ക് രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരാം. ഇനി അവരെ വണ്ടി വിളിച്ചാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ തകർന്നവരിക്കുന്നുണ്ട്, അവരെല്ലാം കൂട്ടിക്കൊണ്ട് വരണം. ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ട് പോവാ. യേശു അത്ഭുതം ചെയ്യും. കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ഓരോ പട്ടണത്തിലും നമുക്ക് ഫെബ്രുവരിയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ എറണാകുളത്തുള്ളവരെന്ത് ചെയ്യണം, എറണാകുളത്തുള്ളവരെല്ലാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയാ, ഒരു സഭാവ്യത്യാസവും ഇല്ലാതെ നമ്മൾ കേട്ട സുവിശേഷം യേശുവിനെ അറിയിക്കണം. യേശുവിനെ അറിയിക്കണം.
അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഏത് ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. അപ്പോൾ കൊല്ലത്തായിക്കോട്ടെ എറണാകുളത്തായിക്കോട്ടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. ഇനിയിപ്പം നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞായിരുന്നു ഹോള് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. അവരോട് നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. അതോടൊപ്പം തന്നെ ഇന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ കുവൈറ്റ് എന്ന സ്ഥലം എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുവൈറ്റിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് വീണ്ടും അവിടെ കാണാം. ഈ UK നോർത്താംപ്ടണിലുള്ളവർ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നോർത്താംപ്ടണിൽ എനിക്ക് മിനി സിസ്റ്ററിനെ അറിയാം, വേറെ ആളുകൾ എനിക്ക് അറിയത്തില്ല. നോർത്താംപ്ടണിലുള്ളവർ UK നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ബന്ധപ്പെടുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ UK ഗ്രൂപ്പ് ക്രമീകരിച്ചതിൻ്റെ അകത്ത് എല്ലാവരും ലെഫ്റ്റ് ചെയ്യണം. ആ ഗ്രൂപ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത് എന്താണെന്നുള്ളത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത ഒരു മെസ്സേജുകളും നിങ്ങൾ അതിൻ്റെ അകത്ത് എടുക്കണ്ട. ഞാനല്ലാതെ വേറെ ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള സഹോദരന്മാരോ സഹോദരിമാരോ അല്ലാതെ വേറെ ഏത് രാജ്യക്കാരെ നിങ്ങളോട് ബന്ധപ്പെട്ടാലും നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യണം. പുതിയ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. UK നോർത്താംപ്ടണിലുള്ളവർ ഉണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടുക. പിന്നെന്തുവാ, USA നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതും ഡേറ്റ് ഒന്നും ക്രമീകരിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് വേഗത്തിൽ വചനം കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ ഈ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ കൈകെട്ടിയിരിക്കാൻ പറ്റത്തില്ല. അടുത്ത ദിവസങ്ങളിൽ കരങ്ങളിലൂടെ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി പോവാണ്. ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ വേണ്ടി പോവാണ്. USA മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ USA എവിടെയാണ് ചോദിക്കേണ്ട, എല്ലാവർക്കും കൂടാൻ പറ്റുന്ന ഒരു സ്ഥലം. നമ്മുടെ ഇപ്പോൾ പ്രാർത്ഥനയിൽ USA തന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റുന്ന ഏത് സ്ഥലമാണോ അത് നിങ്ങൾ ആലോചിക്കുക. നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. തുടക്കത്തിൽ പറഞ്ഞാൽ, ഒരു രാജ്യത്തും എൻ്റെ വരവോർത്ത് ആരും ഭാരപ്പെടേണ്ട. എൻ്റെ വരവ് എങ്ങനെയാണോ, എൻ്റെ അക്കോമഡേഷനോ ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. അതൊന്നും കർത്താവിൻ്റെ നാമത്തിലൊന്നും അതോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് അവിടെ ഒരു ഹോള് നിങ്ങൾ അന്വേഷിക്കുക. എനിക്കൊരിക്കലും ആ രാജ്യത്തേക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹോൾ അന്വേഷിക്കാൻ പറ്റത്തില്ല. ഒരു ഹോള് വേണം. നമുക്കെല്ലാവരും കൂടാൻ വേണ്ടി ഒരു ഹോള്, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം, അനേക രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം, അനേക തകർന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. കർത്താവ് അവർക്ക് വേണ്ടി ഇടപെടും. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് തിരുവചനത്തിലേക്ക് കേൾക്കാൻ ഞാൻ അവസാനം വീണ്ടും ഇത് ഓർപ്പിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓർപ്പിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, അന്യഭാഷാ പ്രാർത്ഥന നമ്മൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അന്യഭാഷ വരം തിരുവനന്തപുരംകാർക്ക് വേണ്ടിയാണ്. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഒരുമിച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് പിന്നെ വരുന്നുണ്ട് ഞാൻ. അന്യഭാഷ വരം ലഭിച്ചവർ ഒരുമിച്ച് ആഴ്ചയിലൊന്ന് നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ വരം ലഭിച്ചവർ എൻ്റെ കൂടെ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ഒരു സൂം പ്രെയർ ക്രമീകരിക്കുന്നുണ്ട്. അന്യഭാഷ വരം ലഭിച്ചവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അന്യഭാഷ വരം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മെസ്സേജിലോട്ട് കയറാം. ഞാൻ ഈ പല പേരുകളും എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചതിൻ്റെ കാര്യം, ചില സമയത്ത് നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പേരുകൾ കർത്താവ് വെളിപ്പെടുത്തും. അന്യഭാഷ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചില പേരുകൾ ആ കൂട്ടത്തിൽ വെളിപ്പെടും. നമ്മുടെ അകത്ത് അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാന വരവുണ്ട്. ഞാൻ പിന്നീട് പ്രവചന ആലോചന റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പേരായിരിക്കും അന്യഭാഷ വെളിപ്പെട്ടത്. പക്ഷേ ഇതേപോലെ പല വിഷയങ്ങൾ ആ വരത്തിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പ്രവചനമല്ലായിരുന്നു, അത് അന്യഭാഷയുടെ വ്യാഖ്യാനമായിരുന്നു വെളിപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, പല അന്യഭാഷയിൽ പലപ്പോഴും പല പേരുകൾ വെളിപ്പെട്ടു. ആ പേരുകൾ ഞാൻ ചിലത് കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നമുക്ക് വീണ്ടും പ്രവചനാലോചനയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗത്തിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഞാൻ ഒരു നിമിഷം മൈക്ക് മ്യൂട്ട് ചെയ്യുവാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ, ഞാനിത് പറഞ്ഞത് കാര്യം പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ നിങ്ങൾ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ ചെയ്യാൻ പോകും. അടുത്ത വീട്ടിലെ ആൾക്കാരോട്, ഇനി അടുത്ത വീട്ടിലെ മാത്രമല്ല, നിങ്ങൾ ഇതുവരെ കാണാത്ത വ്യക്തിയോട് പ്രവചിക്കാൻ വേണ്ടി പോവാം. അനേക രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി. ഈ വചനം കേട്ടിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, കയ്യും കെട്ടി ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല യേശുവിൻ്റെ സുവിശേഷം. യേശു പറഞ്ഞു, പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, പോയി ഭൂതങ്ങളെ പുറത്താക്കുവിൻ, പോയി മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. എന്നിട്ട് പറയാം, മുടന്തൻ തുള്ളുന്നു, ചികഴൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, ദൈവരാജ്യം പ്രഘോഷിപ്പിക്കപ്പെടുന്നു.
ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. സമയം പെട്ടെന്ന് കയറിപ്പോയെങ്കിലും ഞാൻ പെട്ടെന്ന് കുറച്ച് നേരം വാക്യം ഒന്ന് എടുത്ത് നമ്മൾ ഇന്നലെ നിർത്തിയ ഭാഗത്ത് നിന്ന് പിന്നെയും വരികയാണ്. നമ്മൾ സ്നാനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട്. സ്നാനത്തെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി പിന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇനി വെക്കത്തില്ല സ്നാനത്തെ പറ്റിയുള്ളത്. ഇന്നുകൊണ്ട് നമ്മൾ സ്നാനത്തിൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൽപ്പന പ്രകാരം അത് ചെയ്യണം. എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഒരിക്കലും ചിന്തിക്കരുത്. ഒരു സഭയിലേക്ക് ചേരുന്നതല്ല സ്നാനം. സഭയിലേക്ക് ചേരുന്നതല്ല സ്നാനം, ക്രിസ്തുവിലേക്ക് ചേരുന്നതാണ് സ്നാനം. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്നലെ പത്രോസ് ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിരിപ്പിൻ. ഡിവൈൻ നേച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് വിശുദ്ധനായി നടക്കണം, വിശുദ്ധനായി. ഇതാണ് പലപ്പോഴും ഇവിടം കൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുക. വിശുദ്ധ ജീവിതം നയിക്കണം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഇതിനെ ഒതുക്കിക്കളയും. വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുകയല്ല, വിശുദ്ധന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് നടത്തുന്നതാണ്. നമുക്കൊരിക്കലും നല്ലവനായി നടക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പൗലോസ് ലീഹ ആരായിരുന്നു അറിയാമോ? സഭയെ മുടിപ്പിച്ചയാളാണ്. പത്രോസ് ലീഹ ആരായിരുന്നു? വാളെടുത്ത് ഒരു പടയാളിയുടെ ചെവി വെട്ടിക്കളഞ്ഞയാളാണ്. ഓർത്ത് നോക്കി, യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞയാളാണ്. യോഹന്നാൻ ആരായിരുന്നു? ഇടിമക്കളായിരുന്നു. അപ്പൊ ഇവരൊന്നും നല്ലവരായിരുന്നു അല്ല. മത്തായി ആരായിരുന്നു? ചുങ്കക്കാരനായിരുന്നു. കർത്താവിന്റെ സ്ലീഹാമാരെ തപ്പിക്കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനനും കുലഹീനനും നികൃഷ്ടനും ഏതുമില്ലാത്തതിനെയും തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ഉൾപ്പെടെ അപ്പോസ്തലന്മാരുൾപ്പെടെ അവരാരും നല്ലവരായിരുന്നില്ല. അവരെല്ലാം ലോകപ്രകാരം കുലഹീനരും നികൃഷ്ടരും ഏതുമില്ലാത്തവരുമാണ്. അവരെ ദൈവം തെരഞ്ഞെടുത്തതാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് നടത്തുന്നവരാണ് വിശ്വാസികൾ. ആമേൻ. അപ്പൊ ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാം. ഒത്തിരി ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രദറെ, എന്തുകൊണ്ടാണ് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്? അപ്പൊ അതിനൊറ്റ വാക്യം നിങ്ങൾ പറയും, അവർ അബ്രഹാമിന്റെ സന്തതിയാണെന്നും ദൈവത്തിന്റെ വാട്ടർ സന്തതിയാണെന്നും ദൈവത്തിന്റെ ജനമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒതുക്കും. എങ്കിലും ഒരു ചോദ്യം, എങ്ങനെയാണ് ഇവർ അനുഗ്രഹിക്കപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പല കാര്യത്തിലും പല സംഭവങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ചിലത് അവരോട് ചേരാൻ പറ്റാത്തത് ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യമാണല്ലോ, ഇവർക്ക് മാത്രം എങ്ങനെ ഇത്രയും ഐഡിയ കിട്ടുന്നത്? ഇവർക്ക് മാത്രം എങ്ങനെ ഇത്രയും ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇന്ത്യയിലെക്കാളും ഒക്കെ ഏറ്റവും ചെറിയ രാജ്യം, ഇടുക്കി ജില്ലയുടെ അത്രയും പോലുള്ള രാജ്യം അത്. എങ്ങനെയാണ് ഇവർ ഇത്രയും ബ്ലെസ്സഡ് ആകുന്നത്? നമ്മുടെ ജനസംഖ്യയുടെ ഒരു അംശം പോലും അവരില്ല. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ഈ ടെക്നോളജി പരമായും മാത്രമല്ല എല്ലാ മേഖലയിലും ഇവർ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്തുകൊണ്ട്? ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുന്നവർ ഈ പ്രാർത്ഥനയിലുണ്ട്. നമുക്ക് തന്നെ അറിയാം അവിടുത്തെ ടെക്നോളജികൾ. എങ്ങനെയാണ് ഇവർ അനുഗ്രഹിക്കപ്പെടുന്നത്? അപ്പോൾ ഇതും ഇന്നത്തെ ഡിവൈൻ നേച്ചറുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സംശയം ഉണ്ടോ? അത് എനിക്ക് മാത്രമേ ഉള്ളൂ ആ സംശയം? സംശയമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഡിവൈൻ നേച്ചർ. ഞാൻ പറഞ്ഞല്ലോ, ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കരുത് വിശുദ്ധ സ്വഭാവം എന്നുള്ള അർത്ഥമല്ല. ഡിവൈൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റപ്പ് നമുക്ക് ആദ്യം വേണം. സ്പിരിച്വൽ മൈൻഡ് സെറ്റപ്പ് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്പിരിച്വൽ മൈൻഡ് സെറ്റപ്പ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ സ്പിരിച്വൽ മൈൻഡ് സെറ്റപ്പ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ആ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അത് നമുക്ക് നേരെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് പോയാൽ ഉത്തരം കിട്ടും. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവിടെ പറയണം, ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് ഡിവൈൻ നേച്ചർ വരുന്നത്? ഡിവൈൻ സ്വഭാവം, ഡിവൈൻ മൈൻഡ് നമുക്ക് വരുന്നതിൻ്റെ കാരണം നമ്മുടെ അകത്തൊരു ഡിവൈൻ സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ്. പരിശുദ്ധ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ദൈവികമായ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ആഴങ്ങളെയും വെളിപ്പെടുത്തുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. ശ്രദ്ധിച്ചോണം, ആ വണ്ണം തന്നെ ദൈവത്തിലുള്ളത്, ശ്രദ്ധിച്ചോണം, ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ മനുഷ്യന്റെ അകത്തുള്ള ആത്മാവിന് മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം.
പെട്ടെന്നൊരു കടഭാരം വന്ന ചിട്ടിക്കാരനെ വിളിക്കാനും, പെട്ടെന്ന് കടഭാരം വന്ന ബ്ലേഡുകാരനെ വിളിക്കാനും, പെട്ടെന്ന് രോഗം വന്നാൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടാനും, ആന്റിബയോട്ടിക് കഴിക്കുവാനും, പാരസിറ്റാമോൾ കഴിക്കുവാനും, ഒരു പ്രശ്നം വന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം ഓടാനൊക്കെ മനുഷ്യന്റെ അകത്തുള്ള ആത്മാവ് കൊണ്ട് മനുഷ്യന് കഴിയും. എന്നാൽ ദൈവത്തിന്റെ അകത്തുള്ള ആത്മാവിന് എന്ത് പ്രത്യേകത ഉണ്ടെന്ന് അറിയാം? അപ്പോൾ ദൈവത്തിലുള്ളതിനെ വെളിപ്പെടുത്തുവാൻ പറ്റും. രണ്ട് വ്യത്യാസമാണ്. മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ അകത്തുള്ള കാര്യങ്ങളെയും മാനുഷികമായ കാര്യങ്ങളെയും വെളിപ്പെടുത്തുന്നു. ദൈവത്തിലുള്ളത് ദൈവിക കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളുടെ അകത്ത് ഉള്ള ആത്മാവെന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, നാം ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ നിങ്ങളുടെ അകത്ത് രണ്ട് മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. ഒന്ന് ലോകത്തിന്റെ മൈൻഡ് സെറ്റപ്പും ഉണ്ട്, ദൈവത്തിന്റെ മൈൻഡ് സെറ്റപ്പും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ മൈൻഡ് സെറ്റപ്പും ലോകത്തിന്റെ മൈൻഡ് സെറ്റപ്പും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്ത, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്. എന്നാൽ പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്പിരിച്വൽ മൈൻഡഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ട ഫീഡിങ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ വളർച്ച ലഭിക്കുന്ന വചന കൂട്ടായ്മകളിൽ പങ്കുചേരണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുഴപ്പമില്ല, നിങ്ങൾ എവിടെ കൊണ്ടിരുന്നു, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങൾക്ക് അകത്തിരിക്കുന്ന ദൈവാത്മാവിലുള്ള കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള വ്യാഖ്യാനം ലഭിക്കുന്ന കൂട്ടായ്മകളിൽ നമ്മൾ ചേരണം. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ കൂട്ടായ്മയിൽ പോയതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ കൂട്ടായ്മ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അതോ എല്ലാം സെയിം ആണോ? അപ്പൊ എന്താ വ്യത്യാസം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉണ്ട്, ആത്മീയമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വളർച്ച, എന്തൊക്കെയോ ഒരു വ്യത്യാസം. അത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? വചനം വ്യാഖ്യാനിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ ആത്മാവിനെ വളർത്തിയെടുക്കുന്ന തലങ്ങൾ ഉണ്ടായി വരുന്നു. ഇത് രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും സ്നാനപ്പെട്ട വ്യക്തിക്കും കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി ലോക മനുഷ്യനോട് തുല്യനാണ്. അവനെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഇപ്പോൾ പത്രോസ്ലീഹായോടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി പിന്നെയും യഹൂദന്റെ പള്ളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും പുള്ളി അവിടെ പോയിട്ട് എന്ത് ചെയ്യും? പഴയ ന്യായപ്രമാണവും കൽപ്പനകളും അതും ഇതുമൊക്കെ ആചരിച്ച് അങ്ങോട്ട് പോകും. എന്നാൽ യേശുവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് യേശുവിനെ പറ്റിയുള്ള ഒരു അറിവുണ്ടാകും. ആമേൻ. നമ്മൾ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചായിരുന്നു ഇന്നലെ തന്നെ. അവിടെ ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിരിക്കുന്ന വാക്കുണ്ട്, നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ശ്രദ്ധിച്ച്, നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ. അപ്പൊ യേശുവിനെ പറ്റി കൂടുതൽ അറിയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആത്മീയമായും ഭൗതികമായും ലഭിച്ചിരിക്കുന്ന നന്മകൾ തുറന്നു വരും. അതെങ്ങനെയാണ് തുറന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഞങ്ങളുടെ സഭയിൽ ഇഷ്ടം പോലെ വചനമുണ്ട് ബ്രദറെ, 150 ബൈബിൾ അവിടെ തന്നെ ഉണ്ട് ബ്രദറെ. ഞാൻ ബൈബിളിനെ പറ്റിയല്ല ഈ പറയുന്നത്. വാഗ്ദത്തങ്ങളെ ആത്മാവിൽ വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളിൽ പോകണം. പരിശുദ്ധാത്മാവിൽ ലഭിച്ച വചനങ്ങളെ, ഞാൻ പറഞ്ഞില്ല, പിശാചിന് വചനം പറയാൻ പറ്റും, പക്ഷെ അതിന് വ്യാഖ്യാനിക്കാൻ കഴിവില്ല. യേശുവിന്റെ അടുക്കലേക്ക് പുള്ളി എന്ത് ചെയ്തു? മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞു, നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയ വചനമൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ അവന്റെ വ്യാഖ്യാനത്തിൽ യേശു എന്ത് ചെയ്തില്ല? ചെവി കൊടുത്തില്ല. ഓട് പിശാച് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം, കർത്താവേ, പിശാച് കറക്റ്റ് വചനമല്ലേ പറഞ്ഞത്? സങ്കീർത്തനമല്ലേ സംസാരിച്ചത്? യേശു പറഞ്ഞ സങ്കീർത്തനമൊക്കെ സംസാരിച്ചത്, പക്ഷെ അവന്റെ വ്യാഖ്യാനം ആത്മാവിൽ നിന്നല്ല, പൈശാചികമാണ്. അപ്പൊ പറഞ്ഞത് വചനം കറക്റ്റ് ആണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനമാണ് നമ്മളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതും നമ്മളെ ആത്മീയ സ്വഭാവത്തിലേക്ക് നമ്മളെ വർദ്ധിപ്പിക്കുന്നതും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ചിലർ ബൈബിള് തലയെ വെച്ച് കിടന്നുറങ്ങും. ഒരു ഗുണവും ഇല്ല കേട്ടോ. ബൈബിള് കാണിച്ചാലൊന്നും പിശാച് ഓടത്തൊന്നുമില്ല. നിങ്ങൾ ആ വചനം തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് പറയണം. ആമേൻ. ഇവിടെ നിങ്ങൾ കേട്ടോണം, ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അപ്പം നാമോ ലോകത്തിന്റെ ആത്മാവിനല്ല. ശ്രദ്ധിച്ചോണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പ്രാപിക്കുവാനായി ദൈവത്തിലുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചാൽ ദൈവത്തിലുള്ള ആത്മാവ്, ഈ വചനം മറക്കരുത്, ദൈവത്തിലുള്ള ആത്മാവ്. എന്നിട്ട് പറയാണ്, അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിഞ്ഞു വരുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മനുഷ്യൻ നല്ല എൻ്റെ അർത്ഥം, ദ റിയൽ മാൻ, ലോകത്തിൽ ജീവിക്കുന്ന നോർമൽ പേഴ്സൺ.
സാധാരണ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ, നിങ്ങളിപ്പോൾ ഒരു നിരീശ്വരവാദിയുടെ അടുത്ത് ഒന്നും വേണ്ട, ഒരു സാധാരണക്കാരനെടുക്കെ പോയിട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പത്രോസ് ശ്ലീഹ സാക്ഷ്യം പറയുവാന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ പത്രോസ് ശ്ലീഹാനെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അയൽവക്കത്ത് പോയിട്ട് അവിടുത്തെ ഒരു അയൽക്കൂട്ടം കൂടുന്ന സമയത്ത് എനിക്കൊരു സാക്ഷ്യം പറയുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ ആൻറ്റിയൊക്കെ ആണെങ്കിൽ കാശില്ലാതെ നെട്ടോട്ട് കൊടുക്കുക. ഉടനെ പത്രോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് കരമടയ്ക്കാൻ കാശില്ലായിരുന്നു. യേശു എന്ത് ചെയ്തു? എന്നോട് പറഞ്ഞു, ചൂണ്ടയെടുക്കുക, ഓടിപ്പോകുക, കടലിൽ പോയി കോടിക്കണക്കിന് മത്സ്യങ്ങളുള്ള, ലക്ഷക്കണക്കിന് പല വിധത്തിലുള്ള മത്സ്യങ്ങളുള്ള ആ കടലിൽ പോയിട്ട് ചൂണ്ടയിടാൻ പറഞ്ഞു. ചൂണ്ടയിടുമ്പോൾ നീ കുറേ ചൂണ്ടയിട്ട് മടുക്കുമ്പോൾ മീൻ കിട്ടും എന്നല്ല പറഞ്ഞു. നീ ആദ്യം ഇടുന്ന ചൂണ്ടയിൽ തന്നെ മീൻ കൊത്തും. ആ മീൻ എന്ത് ചെയ്യണം? അത് വിറ്റിട്ട് നീ ആ പൈസയായിട്ട് കുറച്ച് പൈസ കടം മേടിച്ചുകൊണ്ട് വന്ന് കര അടയ്ക്കാനല്ല പറഞ്ഞു. ആദ്യം കിട്ടുന്ന മീൻ്റെ അകത്ത് ഞാനൊരു ചതുർദ്രഹ്മ പണത്തെ വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം യേശു അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാക്ഷ്യം പറയുമ്പം അവിടുത്തെ ആൾക്കാർ അത് ഇതെന്ത് പരിപാടിയാണ്? മീൻ്റെ അകത്ത് കരയടയ്ക്കാനുള്ള കാശോ? പ്രാകൃത മനുഷ്യന് ദൈവത്തിൻ്റെ ഉപദേശം അവന് കൈക്കൊള്ളാൻ പറ്റത്തില്ല. അവൻ പറയും, ഇതെന്തു പോയി പറഞ്ഞത്? ഞാനിവിടെ തലകുത്തി മറിഞ്ഞിട്ട് രക്ഷപ്പെടുന്നില്ല, ഇവിടെ മീൻ കച്ചവടം ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല, പിന്നെയാണോ മീൻ്റെ അകത്ത് ചതുർദ്രഹ്മ പണം വെക്കുന്ന ദൈവം? അവനത് പോഷത്വമാകുന്നു. എന്നാൽ ആത്മാവുള്ളവൻ ആമേൻ പറയും. എൻ്റെ ദൈവത്തിന് മീൻ്റെ അകത്ത് മാത്രമല്ല, ആടി ഒലയുന്ന തിരമാലയ്ക്കകത്ത് വരെ അവൻ നന്മ ഒരുക്കുന്ന ദൈവമാണ്. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് എനിക്ക് സ്ഥലം പോരാതെ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. ഇവിടെ പറയുകയാണ്, ആത്മീയമായി വിവേചിക്കേണ്ടതിനാൽ അവനത് ഗ്രഹിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മീയമായിട്ട് വിവേചിക്കുന്നവനാകണം. ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇപ്പം ആ സഹോദരി ഇന്നലെ പറഞ്ഞു, ഇത്രയും നാളുകളായിട്ട് വിഷയം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാലോചിച്ച് നോക്കി, പെട്ടെന്ന് ദൈവാത്മാവ് ഒരു ആലോചന, പ്രവചനം വെളിപ്പെടുവാണ്. ഒരു പേര് കാണിക്കുന്നു, ആ പേരിൻ്റെ അടുത്തൊരു ലോക്കറ്റ് കാണിക്കുന്നു. ആ ലോക്കറ്റിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ആ ലോക്കറ്റ് എടുത്തിട്ട് 3 പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ട് അത് ബന്ധപ്പെട്ടൊരു പേര് വെളിപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്കി, ഇത് നോർമൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഇതെന്തോ ഒരു തട്ടിപ്പാണല്ലോ അല്ലേ? അവന് തട്ടിപ്പായിട്ട് എപ്പോഴും മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ശേഷം ഒരു സാക്ഷ്യം പറഞ്ഞു, 2 വർഷമായിട്ട് ചേരാതിരുന്ന ഒരു ബന്ധം അവിടെ എന്ത് ചെയ്തു? ചേർന്ന് വന്നു. അതിൻ്റെ ഡെലിവറൻസ് സംഭവിച്ചത് കണ്ടോ? അപ്പം കർത്താവ് അവിടെ തൊട്ടപ്പോൾ, ആ ബന്ധനം അവിടെ തൊട്ടപ്പം അവിടെ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങി. 2 വർഷമായിട്ട് ഓടി നടന്നിട്ട് നടക്കാത്ത കാര്യങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ഇതിൽ ബലപ്പെട്ടുകൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കയറണം, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അവനത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആത്മീയമായിട്ട് വിവേചിക്കുവാൻ നമുക്ക് പറ്റണം. 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങ് പോവാണ്. 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെയോ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിക്കുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഇത് കേൾക്കും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് അറിയോ? ക്രിസ്തുവിൻ്റെ മനസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. ശരിയാണ്, സത്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവിനെ നിങ്ങൾ കാണേണ്ടത് രാജാക്കന്മാരുടെ രാജാവായിട്ടാണ്. അവൻ രാജാതി രാജാവാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി ഉള്ളവനാണ്. സകലത്തെയും മീതെ വസിക്കുന്ന ദൈവമാണ് യേശു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവെന്ന് പറഞ്ഞാൽ ഡിവൈൻ സ്വഭാവമുള്ളവരാണ്, മനസ്സുള്ളവരാണ് നിങ്ങൾ. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ജീവിക്കുന്ന ഒരു പ്രാകൃത മനുഷ്യനെ പോലെ. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു നോർമൽ മനുഷ്യനെ പോലെ. ഇനി ഞാൻ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ എന്തുകൊണ്ട് ഇസ്രായേൽ അനുഗ്രഹം പ്രാപിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് യാക്കോബ്? ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല, പെട്ടെന്ന് തന്നെ ആ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. ഇവിടെ 34 മുതൽ ഞാൻ വായിക്കണം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവർ വരയും മറുവും ഉള്ള മുട്ടാടുകളെയും പുള്ളിയും മറുകുമുള്ള പെൺകോലാടുകളൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളെയും കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോണം, യാക്കോബ് തനിക്കുള്ള ആടുകളെയും ലാബാനും ചേർന്ന് അവർ വേർതിരിക്കുകയാണ്. അവർ വേർതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. തൊട്ടുമുള്ളത്തെ വാക്കിലൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്ന് വരാം. ഞാൻ ഇന്ന് എൻ്റെ എല്ലാ കൂട്ടത്തിലെ കൂടി കടന്ന് അവയിൽ നിന്നും പുള്ളിയും മറുകുമുള്ള ആടുകളൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മുറിവുമുള്ളതിനെയൊക്കെയും വേർതിരിക്കാം. അതെൻ്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? തനിക്കുള്ള ആടുകളിൽ പുള്ളിയും മറുകും അങ്ങനെയുള്ള കുറെ ആടുകളെ എന്ത് ചെയ്തു? വേർതിരിച്ചിട്ട് തൻ്റെ അമ്മാവനായ ലാബാന് കൊടുത്തു. അമ്മായപ്പന് കൊടുത്തു. അമ്മായപ്പനും അമ്മാവൻ ഒരാൾ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? നാളെ ഒരു ദിവസം പ്രതിഫലം സംബന്ധിച്ച്, അതായത് നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുമ്പോൾ വരുമ്പോഴും എൻ്റെ നീതി തെളിവാകുമല്ലോ. കോലാടുകളിൽ പുള്ളിയും
മറുകുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതിനെല്ലാം മോഷ്ടിച്ചതായും എണ്ണാന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം. അപ്പൊ അതിനെ എന്ത് ചെയ്യുക? മോഷ്ടിച്ചതായിട്ടെന്ന്. അതിന് ലാബാൻ നീ പറഞ്ഞതുപോലെയൊക്കെയും ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ വരയും മറുവും ഉള്ള മുട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺകോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ തനിക്ക് യാക്കോബിനുമിടയിൽ 3 ദിവസത്തെ വഴി അകലം വെച്ച് ലാബാനും ശേഷമുള്ള ആട്ടിൻകൂട്ടത്തെയും യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ യാക്കോബ് പുന്നവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളൊക്കെയും എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ളവരയായി തോലുരിച്ച് ആടുകളും കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്നതും തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ച് അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചെനയേറ്റു. വല്ലതും മനസ്സിലായി നിങ്ങൾ വായിച്ചിട്ട്? ഇല്ല. താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നു, ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയറ്റ് വരയും പുള്ളിയും മറുവുമുള്ള ആടുകളെ പെറ്റു. ശ്രദ്ധിച്ചോണം, ഇവിടെ പറയുകയാണ് ആടുകൾ കൊമ്പുകളെ കൊണ്ട് ചെനയറ്റു. അതായത് ആ കൊമ്പുകളെ കണ്ട്, അതായത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? താൻ ഒരു കമ്പെടുത്തിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ പുന്നവൃക്ഷത്തിന്റെ ബദാം വൃക്ഷത്തിന്റെയും മരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും കമ്പെടുത്തിട്ട് ഒരാടിന്റെ ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. അപ്പോൾ ഒരു കമ്പെടുത്തിട്ട് എൻ്റെ തോലുരിച്ചിട്ട് ഒരു ആടിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ വരയിട്ടു. അതിന്റെ തോലുരിച്ചിട്ട് അതേ ഷേപ്പിൽ വെച്ചിട്ട് ഈ ആടുകൾ കാണുന്ന മുമ്പിൽ കൊണ്ട് ഒരു കമ്പ് കൊണ്ട് ഒരു ആടിന്റെ മുമ്പിൽ വെച്ചാൽ അത് എന്ത് സംഭവിക്കും? ആടിന് പ്രത്യേകിച്ചൊന്നും വരാനൊന്നുമില്ല. പക്ഷെ അത് ചേരുന്ന സമയത്ത് നമുക്കറിയാം, അത് ചെനയെക്കുന്ന സമയത്ത് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കമ്പെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ കമ്പിലുള്ള വര പോലെ തന്നെ, ശ്രദ്ധിച്ച്, ആടുകൾ കൊമ്പ് കൊണ്ടുകൊണ്ട് ചെനയേറ്റു. ഉടനെ എന്ത് സംഭവിച്ചെന്നറിയാവോ? വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പെറ്റു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല അവിടെ. പക്ഷെ ആ കമ്പിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു അതേപോലെ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളുണ്ടായി. ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ചു. ആടുകളെ ലാബാന്റെ ആടുകളുടെയും വരയും മുറിവുമുള്ള എല്ലാത്തിനും അഭിമുഖമായി നിർത്തി തന്റെ സ്വന്തം കുടുംബത്തിലെ ആടുകളെ, സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോടും ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചെനയേറ്റുമ്പോഴേക്കും കൊമ്പുകളെ കണ്ട് ചെനയേൽക്കുന്നതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിലും ആടുകളുടെ മുമ്പിലും വെച്ചു. 42 ബലമില്ലാത്ത ആടുകൾ ചെനയേക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി തീർന്നു. ശ്രദ്ധിച്ചോണം, മഹാസമ്പന്നനായി തീർന്നു. അതായത് അവിടെ യാക്കോബ് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. എന്താ ടെക്നിക്ക് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ആത്മീയന്റെ പ്രത്യേകത. ആത്മീയൻ എന്ത് ചെയ്തു? ഒരു കമ്പെടുത്ത് വെട്ടിയിട്ട് അതിന്റെ വരയിട്ടിട്ട് ഈ ആടിന്റെ മുമ്പിൽ വെച്ചു. നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിലൊരു ആടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ചെന അത് ചേരുന്ന സമയത്ത് ഒരു കൊമ്പ് ഇതുപോലെ നിങ്ങൾ പറയും ഇതേ കളറുള്ള ആട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പ് വെട്ടിയിട്ട് അതിന്റെ തൊലി ഉരിഞ്ഞിട്ട് വെള്ളയും ഒരു പച്ചയും കൂട്ടിക്കും. ഒരു വരയാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയുള്ള കുഞ്ഞുണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കോ ഇല്ലയോ? നിങ്ങൾ പറ, നടക്കോ ഇല്ലയോ? ഒരു കമ്പ് കൊണ്ട് മുമ്പിൽ വെച്ച് അതേപോലെ ഉണ്ടാവുമോ പിള്ളേർ? ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ടാവുമോ? അത് കറുപ്പാണെങ്കിൽ കറുപ്പ് വെച്ച്, അല്ലെങ്കിൽ കറുപ്പ് വെള്ളയാണ്, ഈ 2 തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആട് ഉണ്ടായി വരും. കാര്യം അതിന്റെ ജനസ് അനുസരിച്ച് ഉണ്ടായി വരത്തുള്ളൂ. പക്ഷെ ഇവിടെ യാക്കോബിനൊരു കാര്യം അറിയാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും എന്ന ഒരു ഇക്വേഷൻ യാക്കോബിനറിയാം. തന്റെ പിതാക്കന്മാരിലൂടെ കൈമാറി വന്നൊരു വാക്കുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവനുള്ള ആടുകളൊക്കെയും വർദ്ധിക്കാനിടയായി തീർന്നു. ശ്രദ്ധിച്ചോണം, ഇവിടെ വചനം പറഞ്ഞു അവൻ മഹാസമ്പന്നനായി തീർന്നു. അതിന്റെ അർത്ഥം ഇവനുള്ള ആടുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് നന്നായിട്ട്, നിങ്ങൾ ആ വാക്യം ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം ഒന്ന് നോക്കിയാൽ മതി. തൊട്ട് മുഴത്ത വാക്യങ്ങൾ ഇവിടെ പോലെ നോക്കിക്കേ. ബലമുള്ള ആടുകളൊക്കെയും ചെനയേക്കുമ്പോഴേക്കും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയേറ്റതുകൊണ്ട് യാക്കോബ് ആ കൊമ്പുകളെ പാത്തിയിൽ ആടുകളെ കൺമുമ്പിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചെനയേക്കുമ്പോൾ അവ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ള യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി തീർന്നു. വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും ഉണ്ടായിത്തീർന്നു. അതായത് ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ അനുഗ്രഹത്തെ താൻ എന്ത് ചെയ്തു? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. ഒരു കമ്പ് കൊണ്ട് മുമ്പിൽ വെച്ചാൽ അതിന്റെ അതേ ഷേപ്പിൽ ഒരു ആട് ഉണ്ടായി വരത്തില്ല. പക്ഷെ താൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, തൻ്റെ ആടുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനതുകൊണ്ട് പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ സാലറി അല്ല വർദ്ധിക്കാൻ പോകുന്നത്,
ബ്രദറെ, എനിക്ക് 10,000 രൂപ സാലറി ഉണ്ട്, കർത്താവ് എന്നെ എങ്ങനെ അനുഗ്രഹിക്കാനാ? നിങ്ങൾ ആലോചിച്ച് നിൽക്കാതെ വഴികൾ വേറെ തുറക്കുന്നൊരു ദൈവമുണ്ട്. ഇവിടെ യാക്കോബ് ചിന്തിക്കുകയാണ്, 4 ആടുണ്ടെന്നിരിക്കും, ഉദാഹരണം വേണ്ട, 4 ആടുണ്ടെന്നിരിക്കട്ടെ, ഇവിടെ കണക്ക് അത്രയല്ല, 4 ആട്, ഈ 4 ആട് ഇതിങ്ങനെ പെറ്റുപെരുകി എന്നാകാനാ? പക്ഷെ അദ്ദേഹം വിശ്വസിച്ചത് ഇതിനെ ഡബിൾ ബ്ലെസ്സിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഇവിടെയാണ് ആത്മീയൻ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ ഒന്ന് മടങ്ങി വരാൻ വേണ്ടി പോവാണ്, കൊരിന്ത്യർ ലേഖനത്തിലേക്ക്. ആ വാക്ക് മറക്കരുത്. നമുക്ക് എന്ത് ലഭിച്ചിട്ടെന്നറിയാവോ? ഈ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചതുകൊണ്ട് ആത്മീയമായവർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. അതായത് നമുക്കൊരു ഉപദേശമുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവനത് ഭോഷത്വമാണ്. അതുകൊണ്ടാണ് ബൈബിൾ വചനം കേൾക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കെന്തോ? സമയമില്ല. ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബൈബിൾ കേൾക്കാൻ പറഞ്ഞ സമയമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലായി, യാക്കോബ് സമയം കണ്ടെത്തിയതിനെന്നറിയാവോ? തൻ്റെ മേൽ പിതാക്കന്മാരിലൂടെ ലഭിച്ചൊരു വാഗ്ദത്തമുണ്ട്, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നീ ഒരു അനുഗ്രഹമാണ്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. അതിൻ്റെ അർത്ഥം നീ മുടിഞ്ഞു പോകത്തില്ലെന്ന അതിൻ്റെ അർത്ഥം. നീ എവിടെ പോയാലും രക്ഷപ്പെടും. ഒരു ഗതിയില്ലാത്തൊരു സ്ഥലത്ത് ചെന്നാലും നീ ഒരു അനുഗ്രഹമായി, നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. തനിക്ക് ആ ഇക്വേഷൻ അറിയാം. ഞാൻ ചെയ്യുന്ന തൊഴിലിൻ്റെ അകത്ത് എനിക്ക് ഡബിൾ ഓപ്ഷൻ ഉണ്ടാവും, ഡബിൾ പോർഷൻ എനിക്കുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അവിടെ ഒരു കമ്പ് കൊണ്ടേ നാട്ടിയിട്ട് ആടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വരകിട്ടിട്ട് ആ കാടുകൾ ആ കമ്പയെ നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം കൈമാറുക. ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ വരയും പുള്ളിയും ഉള്ള ആടുകളായി മാറുക, അതും ബലമുള്ള ആടുകളായിട്ട് മൾട്ടിപ്ലൈ ആകുക. എന്താ ഇവിടെ സംഭവിക്കുന്നത്? താൻ ഒരു വാക്ക് ഉപയോഗിച്ചു, തൻ്റെ ആടുകളുടെ മേലേക്ക് തൻ്റെ വാക്തത്വങ്ങളെ ഉപയോഗിച്ചു, തൻ്റെ വചനങ്ങളെ ഉപയോഗിച്ചു, തൻ്റെ ഒരു കമ്പ് വെട്ടി വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, രോഗികളെ കാണുമ്പം യേശു സൗഖ്യമാക്കുമെന്ന് പറയാതെ കൈ എടുത്തങ്ങ് വെക്കുന്നേ. ആ കൈയൊക്കെ എടുത്ത് ഇദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് ഒരു കമ്പ് വെട്ടി ചുമ്മാ അങ്ങ് വെച്ച്, ആ വെച്ചതുപോലെ തന്നെ നിങ്ങൾ നോക്കി, അതേപോലെ തന്നെ പുള്ളി ഉള്ളതും പാടുകളുള്ളതുമായിട്ടുള്ള ആടുകളുണ്ടായി. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ആത്മീയ വചനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട വ്യക്തി, യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്നാനമേറ്റ വ്യക്തി, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നോട്ടെ, എവിടെ ഇരുന്നോട്ടെ, പോകുന്ന സ്ഥലത്ത് നിങ്ങളെ ആത്മീയമായി ചിന്തിപ്പിക്കുന്ന സ്ഥലമല്ലെങ്കിൽ, ചുമ്മാ ഒരു ഞായറാഴ്ച കൂടി ഉച്ചയാകുമ്പം ഇറച്ചിയും കഴിച്ച് ചുമ്മാ ഇരുന്ന് പിറ്റേ ദിവസം വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ സഹോദര, ഇങ്ങനെയൊക്കെയാ ഈ ലോക ജീവിതം, ഇങ്ങനെയൊക്കെയാണ്. ചിലർ മരിക്കാൻ വേണ്ടി ഇരിക്കുക. ഇനിയിപ്പോൾ ഇത്ര നാളും ജീവിച്ചില്ല, ഇനിയിപ്പോൾ എന്നാ ഉണ്ട് ജീവിതം? എൻ്റെ സഹോദരി ഒന്ന് പ്രവചിക്ക്, ഇനി എങ്ങോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകാൻ വേണ്ടി പോവുക. അനേകർ യേശുവിൻ്റെ നാമത്തിൽ എന്നിലൂടെ അനുഗ്രഹമാകാൻ വേണ്ടി വചനം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വിശ്വസിച്ച്, ഞാൻ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവുക. അവിടെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. എന്തുകൊണ്ട് ആ വാക്ക് അവിടെ എടുത്തു പറഞ്ഞെന്നറിയോ? അവൻ മഹാസമ്പന്നനായെന്ന് പറയാൻ ഒരു വാക്കെന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ മഹാസമ്പന്നനായിരുന്നു. അങ്ങനെ ഒരു വാക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ യാക്കോബ് മഹാസമ്പന്നനായിരുന്നു. ഒന്ന് പറഞ്ഞേ. ആ ഒരു ഗതിയും ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് ഈ ലാബാന്റെ വീട്ടിലേക്ക് താൻ എത്തുന്നത്. അവിടെ ചെന്നിട്ട് ആടുകളെ മേടിക്കാൻ വേണ്ടി, അവിടെ ലാബാൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ളൊരു വാക്കാണ്. അതിനകത്തൊരു വാക്കുണ്ട്, നീ വരുന്ന സമയത്ത്, യാക്കോബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്ന സമയത്ത് നിനക്കും ഒരു ഗതിയില്ലായിരുന്നു. ഞാൻ ആ വാക്യം ഇന്ന് റെഫറൻസിന് വേണ്ടി എടുത്തിട്ടില്ല, എങ്കിലും പറയുന്നൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വരുന്ന സമയത്ത് നിനക്ക് തന്നെ എന്തില്ലായിരുന്നു? ഞാൻ ആ വാക്യം നോക്കട്ടെ. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന്, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 50 30-ാം വാക്യം എടുക്കാം. ഇതേ വാക്യം തന്നെ ഉൽപ്പത്തി പുസ്തകം 30-ാം വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചോണം. പറയുകയാണ്, യാക്കോബ് പറയുകയാണ്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചു. ഞാൻ കാൽ വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വേണ്ടി എന്നെ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പേ, ലാബാൻ എന്ന് പറയുന്ന തന്റെ അമ്മാവനോട് പറയുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ മുതൽ നോക്കി, ലാബാനോട് നിനക്ക് ദയ ഉണ്ടെങ്കിൽ എന്നെ വിട്ടു പോകരുത്. ലാബാൻ പറയുകയാണ്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇയാൾ വലിയ സമ്പന്നായിരുന്നു. ഒന്നുമല്ല, നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്നൊക്കെ പുള്ളി ചോദിക്കുക. അപ്പോൾ പുള്ളി ചോദിക്കും, നിനക്ക് എന്നാ പ്രതിഫലം വേണം, നീ എന്നെ വിട്ട് പോകരുത് യാക്കോബ് എന്നൊക്കെ പറയുകയാണ്. ഉടനെ യാക്കോബ് പറയുകയാണ്, ഞാൻ നിന്നെ സേവിച്ച് എനിക്ക് നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്ന് നീ അറിയുന്നല്ലോ. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ അത് അത്യന്തം വർദ്ധിച്ചു. എൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കുന്നവൻ ആരുടെയെങ്കിലും കൂടെ കൂടിയാൽ അവനും ഒരു അനുഗ്രഹമായി മാറും. പനിയുള്ളവൻ കൂടെ വന്നാൽ മറ്റവനും കൂടെ പനി പിടിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ കൂടെ നടന്നാൽ മറ്റവനും കൂടെ അനുഗ്രഹമാണ്. സ്വോത്രം പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഒരു ആമേൻ പറഞ്ഞേ, വലിയൊരു മർമ്മ കേട്ടോ. അഭിഷേകമുള്ളവന്റെ കൂടെ നടന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ മേലേക്കും ദൈവത്തിന്റെ പകർച്ച ഉണ്ടാകുന്നതിന്റെ അർത്ഥം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് പറഞ്ഞു കേട്ടെ, ഞാൻ വരുമ്പം നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വരുമ്പോൾ അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത്യന്തം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചോടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, ഞാൻ ഇന്ന് ലാബാന്റെ വീട്ടിൽ കാല് വെച്ചപ്പം ഒന്നുമില്ലാത്ത അല്പം ഉണ്ടായിരുന്ന നിന്നെ എൻ്റെ കാൽവെപ്പ് നിമിത്തം യഹോവ അനുഗ്രഹിച്ചു. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവൻ ഒരു കുടുംബത്തിൽ കാലുകുത്തിയാൽ കുടുംബത്തിന്റെ അകത്ത് അന്തരീക്ഷം മാറിയിരിക്കും. വാക്തത്വമുള്ളവൻ വചനം പറയണം. മനസ്സിലായോ? വചനം പറയുന്ന നിങ്ങൾ, ഞാനതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിസ്സാരക്കാരല്ല. നിങ്ങളുടെ പറഞ്ഞ നമ്മൾ ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് നടക്കാൻ പോകുന്ന പട്ടണം, നിങ്ങൾ കാലുകുത്തിയാൽ ആ പട്ടണം അനുഗ്രഹിക്കപ്പെടും. അറിയാവോ? ഇവിടെ യാക്കോബ് പറഞ്ഞു കേട്ടോ, ഞാൻ കാൽ വെച്ചോടത്തൊക്കെയും നിനക്ക് ഇത് നിങ്ങൾ പോയിട്ട് പറയുകയാണ്, ഒരുത്തൻ കാല് കുത്തിയാൽ എങ്ങനെ? ഇപ്പൊ നിങ്ങൾ പോയി പറയാം, യാക്കോബ് കാല് കുത്തിയാൽ എങ്ങനെയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ലാബാൻ രക്ഷപ്പെടുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ, യഹോവയെ അനുഗ്രഹിക്കും. അപ്പൊ ഇത് പ്രാകൃത മനുഷ്യന് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ ആടുകളൊക്കെ വർദ്ധിപ്പിച്ചത്? കാര്യം ലാബാൻ ഇത്രയും നാളും ഉണ്ടായിരുന്ന ബിസിനസ്സാ, പെട്ടെന്ന് അതങ്ങ് ഡെവലപ്പായി. ഇപ്പൊ അടുത്ത വാക്യത്തിൽ, നീ 30-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ നിങ്ങൾ നോക്കിയേ, അവൻ മഹാസമ്പന്നനായി തീർന്നു. അവന് വളരെ ആടുണ്ടായിരുന്നു, ദാസിമാരും ദാസികളും ഒട്ടകവും ഒക്കെ ഇപ്പോൾ ആയി. അതിന്റെ കാരണം എന്നറിയാവോ? യാക്കോബ് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. തൻ്റെ കൈവശം ഇരിക്കുന്ന തൻ്റെ വാക്തത്വങ്ങളെ താൻ എന്ത് ചെയ്തു? താൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൂടെ അതിനെ റിലീസ് ചെയ്യാൻ തുടങ്ങി. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരാണ്? രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞ ദൈവ പൈതൽ തിരിച്ചറിഞ്ഞോണം. അയ്യോപാവം പറഞ്ഞ് നടക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ നിങ്ങളാണ് ദൈവം കണ്ടിരിക്കുന്നത്. അയ്യോ ബ്രദറെ, ഞാൻ തന്നെ ഇപ്പം കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലാതെ നടക്കും. എൻ്റെ പുണ്യ സഹോദരൻ തിരിച്ചറിയും. യാക്കോബ് ആ കുടുംബത്തിൽ കയറി വന്നത് എങ്ങനെയാണെന്നറിയാവോ? തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാനിട്ട് ഓടിച്ചപ്പോഴാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഓടിക്കേറി വന്നത്. പക്ഷേ ഇപ്പം പുള്ളി പറയുകയാണ്, ഞാൻ കാലുകുത്തിയത് നിമിത്തം യഹോവ നിന്നെ അനുഗ്രഹിച്ചു. ഉടനെ ലാഭം പറയും, പിന്നെ നീ കാലുകുത്തിയൊന്നുമല്ല, എനിക്ക് ലോട്ടറി അടിച്ചാന്ന് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ അയാൾ തന്നെ ഒരു സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടു നോക്കി. തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറയുകയാണ്, ലാബാൻ അവനോട്, പുള്ളി ഭയങ്കര തന്ത്രശാലിയൊക്കെയാണ്, പക്ഷെ പുള്ളി പറയുകയാണ്, ലാബാൻ നീ എന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഉയരാൻ പോവുക, ഭർത്താവ് പറയാൻ വേണ്ടി പോവുക, ഭാര്യ പറയാൻ വേണ്ടി പോവുക, സഹോദരങ്ങൾ പറയാൻ പോവുക, നീ പോകരുത് കേട്ടോ, നീ പോകരുത് എന്നെ വിട്ട്, കാര്യം നീ ഉള്ളത് കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് കേൾക്കാൻ വേണ്ടി പോവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിമഹത്തായ വാക്തത്വങ്ങൾ ഉരുവിടണം. ഓ ബ്രദറെ, എൻ്റെ വീട്ടിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലുമുള്ള അന്തരീക്ഷമില്ല ബ്രദറെ. അന്തരീക്ഷമില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ വേണ്ടി പോവുക. അന്തരീക്ഷങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി പോവുക. അത്ഭുതങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി പോവുക. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സമയം ഇച്ചിരി മുന്നോട്ട് പോകേണ്ട, ഞാൻ വേഗത്തിൽ ക്ലോസ് ചെയ്യുക. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിക്കൊരു ഡിവൈൻ നേച്ചറുണ്ട്. യാക്കോബിന് അതാ മനസ്സിലായത്, എനിക്കൊരു ദിവ്യ സ്വഭാവം. ദിവ്യ സ്വഭാവം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വിശുദ്ധ മൈൻഡ് എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുന്ന ഒരു വാക്യം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ മൈൻഡ് സെറ്റപ്പ്. ഒരു കമ്പ് കൊണ്ട് നാട്ടിൽ വരയിട്ടാൽ ഒരിക്കലും അതേപോലെയുള്ള ചെന ചെറ്റി കഴിഞ്ഞാൽ ആടുകൾ ഉണ്ടാകത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ ഈ ആളുകളെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറഞ്ഞു, സഹോദര ഞാനൊരു കമ്പ് ഇവിടെ വരഞ്ഞു വെക്കട്ടെ, എന്നിട്ട് ഈ കമ്പയെ നോക്കിയിട്ട് ചേരുന്ന ആളുകൾക്ക് ഇതേപോലെ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ എടുത്തുകൊണ്ട് നേരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കും. കണ്ടോ? പ്രാകൃത മനുഷ്യന് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആത്മീയമായവൻ പറയും, ആമേൻ, അങ്ങനെ കമ്പലൊരു വര നിനക്ക് വിശ്വാസം ഇടാൻ തയ്യാറാണെങ്കിൽ നിന്റെ വരമേൽ ഉള്ളതുപോലെ നിന്റെ വിശ്വാസത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുകയും അതിന്റെ റിസൾട്ടുകൾ നീ കാണാൻ വേണ്ടി പോവാം.
ഫെയ്ത്ത് എപ്പോഴും നിൽക്കുന്നത് അതിമഹത്തായ വാക്തത്വങ്ങളുടെ കൂടെയാണ്. യാക്കോബിന്റെ സമ്പാദ്യം എന്നാണെന്നറിയാവോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പിതാക്കന്മാരോട് സംസാരിച്ച അതേ വചനത്തിന്റെ അവകാശിയാണ് ഇസ്രായേൽ. ഇന്നും ഇസ്രായേൽ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അവരെന്നാ ചെയ്യുന്നത്? നമ്മൾ എന്നാ പറയുക, കർത്താവേ ഈ ബിസിനസ്സിലെങ്കിലും ഞാൻ രക്ഷപ്പെടണേ, ഈ ബിസിനസ്സിലെങ്കിലും ഗതി പിടിക്കണേ, ഇതിലെങ്കിലും പിടിച്ചു കയറാനുള്ള അവസരം തരണവേ, എന്നിട്ട് വല്ലതും നടക്കും. അവർ നേരെ തിരിച്ചാ. അവരെന്ത് ചെയ്യുന്നറിയോ? ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ഉടനെ പറയും അബ്രഹാമിന്റെ ബ്ലെസ്സിങ്. എന്നാ ബ്ലെസ്സിങ് എന്നറിയാവോ? ഞാൻ കാല് കുത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹമാണ്. ആവർത്തന പുസ്തകം 28 പറഞ്ഞ യഹോവ നിന്റെ കളപ്പുരകളെയും, ശ്രദ്ധിച്ചോണം, നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് വരാം. ആ വാക്യം എടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആവർത്തന പുസ്തകം 28 ഒന്ന് വേഗത്തിൽ വന്നേ. അപ്പൊ ഇതൊക്കെ ആത്മീയന്റെ നേച്ചർ നമ്മൾ പറഞ്ഞു. ആത്മീയന് ബൈബിളുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പ്രാകൃത മനുഷ്യനേക്കാളും കഷ്ടമാണേ. പ്രാകൃത മനുഷ്യനേക്കാളും നിങ്ങൾ കഷ്ടമാണ്. ഓക്കെ, ഈ വാക്യം പോലെ നോക്കി. 8 വാക്യം, ആവർത്തന പുസ്തകം 28 വാക്യമാണ്. യഹോവ നിന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവർ എന്നെ ഒന്ന് കേട്ടേ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുന്ന? അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവന് മനസ്സിലായി എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. പിതാക്കന്മാർ മുതലേ പഠിച്ചു വന്നിരിക്കുക എങ്ങനെ ബിസിനസ് ചെയ്യണം. നമ്മളിപ്പോൾ എങ്ങനെ ബിസിനസ് ക്ലാസ്സുകൾ കേൾക്കും, എങ്ങനെ ബിസിനസ്സിൽ രക്ഷപ്പെടാം. ദൈവാനുഗ്രഹം വേണോ? ഉപയോഗിക്കണം. അതിമഹത്തായ വാട്ടത്വങ്ങളെ ഉപയോഗിക്കുവാൻ പഠിക്കണം. വെറുതെ രാവിലെ എണീറ്റുകൊണ്ട് സങ്കീർത്തനം വായിച്ചിറങ്ങിപ്പോയൊന്നും രക്ഷപ്പെടത്തില്ല. അത് ഉപയോഗിക്കാൻ പഠിക്കണം. വായിക്കുന്ന വചനങ്ങളെ ഉപയോഗിക്കുവാൻ പഠിക്കണം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, യഹോവ നിന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തെയും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഇതിലെങ്കിലും രക്ഷപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവൻ രക്ഷപ്പെടത്തില്ല. കാര്യം നിനക്ക് വിശ്വാസമില്ല. എന്ത് വിശ്വാസമുള്ളത്? ഇതിലെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേന്ന്. ഇപ്പൊ കർത്താവ് വെക്കും, നിനക്ക് വിശ്വാസമുണ്ടോ? ഓ കർത്താവേ, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലെങ്കിലും പിടിച്ചു കയറി. അത് വിശ്വാസമല്ല, സംശയവും അവിശ്വാസവുമാണ്. അവിടെ ഒരിക്കലും പ്രവൃത്തി ഉണ്ടാകത്തില്ല. കൈവച്ചിട്ട് പറയണം, യഹോവ എൻ്റെ കളപ്പുരകളെയും, എൻ്റെ അർത്ഥം എൻ്റെ സേവിങ്ങുകളെ, എൻ്റെ അക്കൗണ്ടുകളെ, എൻ്റെ ശേഷിപ്പുകളെ അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അപ്പൊ ആത്മീയ നേച്ചർ നിങ്ങളിലേക്ക് വരണം. സ്പിരിച്വൽ മൈൻഡ് സെറ്റപ്പിലേക്ക് നമ്മൾ വരണം. ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിയോട് പോയിട്ട് പറയും, ഈ വചനം പറഞ്ഞ പുള്ളി പറയും, ആ വചനമൊക്കെ നല്ലത്, നമ്മൾ നല്ലപോലെ അധ്വാനിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ അതേ പറയത്തുള്ളൂ. ഈ വാക്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വല്ലതും രക്ഷപ്പെടുവോ? ആമേൻ. പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കേൾക്കുന്നു. തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി പ്രവചിക്കുക. ആ ജോലിയെ നോക്കിയിട്ട് പ്രവചിക്കുക, ഞാൻ വർദ്ധിക്കാൻ വേണ്ടി പോവാ. അയ്യോ ബ്രദറെ, ഇതെങ്ങനെ വർദ്ധിക്കാനാ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസത്തിന്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പുതുവഴികൾ തുറന്നു വരുമെന്നേ. ദൈവത്തിലുള്ള വാതിലുകൾ തുറന്നു വരും. ദൈവപ്രവൃത്തികൾ തുറന്നു വരും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു ആതിര എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവ് എന്നെ ആതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആതിര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആതിരയുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവസമാധാനത്തെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മൂക്കൂത്തി പോലെ ഇങ്ങനെ കുത്തിയേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ ഒരു മകളെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കണ്ടത് ഞാൻ കാണുന്നൊരു കാഴ്ച, എല്ലാ നിരാശയുടെ അവസ്ഥകളെയും വിട്ടൊഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പേരുകളെ കർത്താവിനെ കാണിച്ചെന്ന് വേഗത്തിൽ പറയുകയാണ്. മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് എന്നോട് പറഞ്ഞു. ആ ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്, നിരാശയുടെ ജീവിതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. പലതും ചെയ്തിട്ടും പല കാര്യങ്ങളിൽ ശ്രമിച്ചിട്ടും കരകയറാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. ആരാത്? എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് മഹേഷ് എന്ന് പറഞ്ഞ ബ്രദർ. ഈ പറഞ്ഞ കണക്ക് പലതിലും ഫെയിലായി നിൽക്കുകയാണ് ഇപ്പം. എന്റെ മോള് ആദ്യം കൂത്തിയിട്ടിട്ടുണ്ട്. മൂക്കുത്തിട്ടിട്ടുണ്ട് അല്ലേ? ഏറ്റെടുത്തു. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് മഹേഷാണ്. അവർക്ക് മക്കളൊന്നും. സിസ്റ്റർ ഏറ്റെടുത്തു. ഇത് കേട്ടിട്ട് പറഞ്ഞു. അടുത്ത അടയാളം കേട്ടു. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാകൃത മനുഷ്യരല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പരിഹാരമുണ്ട്. ദൈവാത്മാവ് ഈ പ്രവചന ആലോചന വെളിപ്പെടുത്തുമ്പോൾ ഓർത്തോണം, സീസൺ മാറുകയാണ്, നമ്മുടെ ചരിത്രം മാറുകയാണ്. ഈ ദിവസങ്ങളിൽ ആ പേഴ്സൊക്കെ എടുത്ത് വെച്ച് തപ്പിയെടുക്ക്, ആ ATM ഒക്കെ എടുത്ത് വെക്കുക. ഈ ദിവസങ്ങളിൽ വലിയ മിറക്കിൾ മണികൾ വാരി എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയും, യാക്കോബേ, നീ എങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ലാബാന്റെ ഭവനത്തിൽ വന്നത്?
അതിനേക്കാൾ കഷ്ടകാലത്തിലാണ് ലാഭം കടന്നത്. പക്ഷെ ഇപ്പം രണ്ടുപേരും പറയും നീ പോകരുത്. പുള്ളി പറയുന്നത്, എന്തിനാ നീ എന്നെ പിടിച്ചു നിർത്തുന്നത്? നീ നിമിത്തം ഞാൻ വന്നപ്പോൾ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എൻ്റെ കാല് വെപ്പുണ്ടല്ലോ. ഞാൻ ഒന്നുമില്ലാത്ത പേഴ്സ് പോലും എടുക്കാതെ എൻ്റെ ചേട്ടനടുത്ത് ഓടി ഞാൻ വന്നത്. നിലത്ത് തലയണ വെച്ചിട്ട് ഞാൻ കുറച്ചു മുമ്പേ കടന്നത്. അവിടുന്ന് പ്രാണഭയത്തിൽ ഓടി വന്ന് ഇവിടെ കയറിയപ്പോൾ ഈ പുള്ളി പറയുകയാണ്, നീ പോകരുത് കേട്ടോ, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് ബ്ലെസ്സിങ്ങിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ അറിയുന്നവൻ കയറി ചെന്നാൽ. അനുഗ്രഹത്തെ, വചനത്തെ ഉപയോഗിക്കുവാൻ അറിയാവുന്നവൻ കയറി ചെന്നാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിൽ ഉപയോഗിക്കപ്പെടുന്നവൻ കയറി ചെന്നാൽ അവൻ കാലുകുത്തുന്ന ഭവനം, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഞാൻ കാലുകുത്തുന്ന ഭവനം അനുഗ്രഹമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ തൊടുന്ന വ്യക്തികളുടെ ജീവിതം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം. ഞാൻ കയറുന്ന കാൽ കുത്തുന്ന പട്ടണത്തിൽ ഒരു അനുഗ്രഹമാണ്. ബൈബിൾ പറഞ്ഞ് ഈ കാൽ കുത്തുന്ന പട്ടണത്തെ യഹോവ നിനക്ക് അവകാശമാക്കി തരുമെന്ന് വചനം പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മളതിൽ ജീവിക്കണം, നമ്മളതിൽ നടക്കണം. ഞാൻ നിൽക്കുന്നതുകൊണ്ട് പട്ടണത്തിൽ അനർത്ഥം മാറിപ്പോകും. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഒരിക്കലും പിശാചിന് കയറാൻ കഴിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പറയാം. നിങ്ങൾക്കറിയാം, ഹലോവിൻ എന്ന് പറഞ്ഞ ഒരു ദിവസം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് യൂറോപ്പിലൊക്കെ ജീവിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ രാജ്യത്ത് ഉറപ്പായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നിട്ട് ഭയങ്കര ശല്യം, വാതിലെ കൊട്ടുന്ന ബഹളം. നമുക്കറിയാം ഹലോവിൻ്റെ സമയത്ത് ഈ പിശാചിൻ്റെ വേഷമെല്ലാം കെട്ടിയിട്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കത്തുമില്ല. നിങ്ങളുടെ തലമുറ ഞങ്ങളത് ചെയ്യിപ്പിക്കരുത്. പിശാചിൻ്റെ രൂപം കെട്ടി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. US ആയിക്കോട്ടെ, യൂറോപ്പിൽ ഏതും ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്യരുത്. അപ്പോൾ എനിക്കത് താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ലൈറ്റും എല്ലാം ഓഫ്, ഇതുവരെ വാതിലൊക്കെ വന്ന് മുട്ടി ഭയങ്കര ബഹളം. വേറെ തുറന്നില്ല ഞാൻ എന്തായാലും. നിങ്ങൾക്കറിയാം, തുറന്നില്ലെങ്കിൽ ചില സമയത്ത് അവരത് മൊത്തം അക്രമം കാണിച്ചാൽ, അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്ത് ചേട്ടൻ പറയുക, മലയാളിയെ, പുള്ളി പറഞ്ഞു, ചില സമയത്ത് ഇവർ ചിലപ്പോൾ വീടിൻ്റെ മുമ്പൊക്കെ ചിലപ്പോൾ അടിച്ചു പൊട്ടിച്ചെന്നിരിക്കും. കാര്യം ഇവൻ്റെ അകത്തൊരു സ്പിരിറ്റാണ്. നമ്മളത് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ഇത് നമ്മൾ പോലും അറിയാത്തൊരു സ്പിരിറ്റാണ്. അവൻ വന്നിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് ഭയങ്കര പരിപാടിയൊക്കെയാണ്. നമുക്ക് കളിതമാശയായിട്ട് തോന്നും. പക്ഷേ അവൻ പിശാചിന്, അവൻ സുവിശേഷം പറയാൻ ആർക്കും താല്പര്യമില്ല. അതുപോലെ വീട്ടിൽ ചെന്നാൽ ഓടിക്കും. അവൻ ഇതുപോലെ കോലം കെട്ടി നടക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കർത്താവ്, ഈ വാതിലെ ഭയങ്കര മുട്ടലായിരുന്നു, ഞാനത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഭയങ്കര തട്ടുമുട്ടുമൊക്കെയാണ്. ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ അതിരിമേൽ, ഞാൻ താമസിക്കുന്ന അതിരിമേൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഒരുത്തനും വാരണ്ട കർത്താവേ. അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാവോ, സാധാരണ എല്ലായ്പ്പോഴും ഇവിടെ വരുന്നതാണ്. ഈ പ്രാവശ്യം ഒരു മനുഷ്യൻ പോലും വന്നുമില്ല. ആലോചന ദൈവം ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ അവിടെ കൊട്ടേണ്ടതാ, ആരും വന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മുടെ വാക്തത്വങ്ങളെ നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ മേൽ അതിനെ സീല് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അംഗീകരിച്ചാൽ, ഞാൻ പറയും, നമുക്ക് പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കണോ, ആത്മീയനെ പോലെ ജീവിക്കണോ, അതിനെ ട്രെയിൻ ചെയ്തെടുക്കണം. നിങ്ങളെ ഈ കൂട്ടായ്മയെ ദൈവം എടുത്തിരിക്കുന്ന അതിന് വേണ്ടി, വിശ്വാസിയെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. പ്രാകൃത മനുഷ്യനായിട്ടല്ല, അനേകർക്ക് യേശുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട്. ആമേൻ. യേശുവിന് അത് ദൂതുള്ളവർ ആ പ്രവചനം കണ്ട് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മോൺസൺ എന്നുള്ള വ്യക്തിയെ, ഞാൻ ഈ പേരെഴുതിയത് അങ്ങോട്ടങ്ങ് പറയും. എനിക്ക് കിട്ടിയ പേരുകളെ ഞാൻ എൻ്റെ ഈ ദിവസം ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം വരം കിട്ടിയവർ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ ലഭിച്ച ചില പേരുകൾ ഞാൻ പറയുകയാണ്. കർത്താവ് എന്നെ മോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ കാണിച്ചു. അതോടൊപ്പം തന്നെ ഒരു സത്യനാഥൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഏറ്റെടുത്തോണം. അതിൻ്റെ ബാക്കി ആലോചന വരുന്നത്, നിങ്ങളുമായിട്ട് സൂമിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട, അടുത്ത ആലോചന നിങ്ങൾക്കുള്ളതാണ്. എന്നെ മോൺസ് എന്നുള്ളതും സത്യനാഥ് എന്നുള്ളൊരു വ്യക്തിയെയും ചന്ദ്രൻ എന്നുള്ളൊരു വ്യക്തിയെയും കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ഞാൻ കാണുന്നത് ഈ ചന്ദ്രൻ എന്നുള്ള വ്യക്തി ഒരു താടി വെച്ച ഒരു മനുഷ്യനെയാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഭർത്താവാണല്ലേ? ഏറ്റെടുത്ത ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുകയാണ്. ഞാൻ ഈ പറഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു താടി വെച്ചൊരു മനുഷ്യനെ ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ആ കുടുംബത്തിൻ്റെ മേലെ ഒരു പെൺ പൈതലിനെ കർത്താവ് തൊടുന്നതായിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇങ്ങനെ കാണിക്കണം, വ്യസനപുത്രി എന്നറിയപ്പെടുന്ന, ഒത്തിരി വേദന അനുഭവിച്ച്, ഒത്തിരി പേരുടെ നിന്ന അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സന്തോഷം തരാൻ വേണ്ടി പോവാം. ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സന്തോഷത്തെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി. അതുപോലെ തന്നെ ഇതേ ആലോചന തന്നെയാണ് സത്യനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി. ആ വ്യക്തിയുടെ കുടുംബത്തെയാണ് കർത്താവ് എന്നെ കാണിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് തൊടുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ ഏറ്റെടുത്തോണം, കർത്താവ് ഇന്ന് തൊടുകയാണ്. നിങ്ങൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അല്ലെ മ്യൂട്ട് ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ്, എല്ലാവരും മ്യൂട്ട് ചെയ്ത പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആരും മ്യൂട്ട് മാറ്റേണ്ട, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവർ മാത്രം നിങ്ങൾ
മ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇന്ന് സൂമിലുള്ളവരാണെങ്കിൽ നിങ്ങളത് മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റേണ്ട, നിങ്ങൾ മ്യൂട്ട് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് ആ വ്യക്തികളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ തുടക്കത്തിലെ സാക്ഷ്യം കേൾപ്പിച്ചത് ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരികയാണ്, ഇതെന്തുവാ ഇങ്ങനെ, ഞാൻ പറയും, ഇതിനകത്ത് മൊത്തം ഒരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ട്. ദൈവം നിങ്ങളെ തൊടുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, ഇത് ചുമ്മാ മുദ്രാവാക്യമല്ല, ബൈബിളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുക. ചരിത്രം മാറാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പം ഞാനൊരു ഭവനം കർത്താവിനെ കാണിക്കും. ഈ ഒമിനി വാൻ കിടക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. ഒമിനി കാർ അറിയാലോ, ഒമിനി വാനുള്ള ഒരു ഭവനമുള്ള ഒരു വീട് കർത്താവ്. അതിനകത്ത് ഞാൻ ആ ഒമിനി വണ്ടിയിൽ ഒരു നമ്പർ പ്ലേറ്റിൽ അതിലെവിടെയോ ഒരു സ്ഥലത്ത് ഞാനൊരു 2 എന്ന് പറയുന്ന ഒരു നമ്പർ അതിൽ കിടപ്പുണ്ട്. 2 എന്നുള്ള ഒരു നമ്പർ കിടക്കുന്ന ഒരു ഒമിനി വാൻ, യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വാനുള്ള ഒരു സ്ഥലമാണ്, വീടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിനോട് പറയുന്നു, അത് തന്നെ ഒരു ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വീടിൻ്റെ വീട്ടുപേര് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെരിച്ച ലൈനിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ, വീട്ടുപേരല്ല ഞാനിത് കാണുന്നത്, ഒരു വീട്ടുപേര് പോലെ നമുക്ക് തോന്നിക്കും, പക്ഷേ ഒരു ചെരിച്ച ലൈനിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ വണ്ടി കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും അനർത്ഥങ്ങൾ സംഭവിച്ച ഒരു വണ്ടിയാണ്. പലപ്പോഴും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും അനർത്ഥങ്ങളിലേക്ക് തള്ളിയിടാൻ നോക്കിയൊരു വാഹനമാണ്. വാഹനത്തിൻ്റെ കുഴപ്പമല്ല, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു, അതിലൂടെ അനേകിടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ആ വണ്ടിയിൽ പോകാൻ വേണ്ടി പോവുക. കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മരണത്തിൻ്റെ എല്ലാ ദൂതുകളെയും യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നു. കർത്താവിലുള്ള സമൃദ്ധിയും സമാധാനവും കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളിന്ന് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ആ വഴികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല. അപ്പോൾ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ വലിയ മഹത്വത്തെ ദൈവം ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതോടൊപ്പം തന്നെ താനിയൽ എന്ന് പറയുന്നൊരു വീട്ടുപേര് കർത്താവിനെ കാണിക്കുക. താനിയൽ എന്ന് പറയുന്നൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. താനിയൽ, ആ കുടുംബത്തിൻ്റെ മേൽ, താനിയൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ വീട്ടുപേരിൻ്റെ കാണിച്ചിട്ട് ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് കർത്താവിൻ്റെ പറയുന്നത്, ഈ ദിവസങ്ങളിൽ കലഹങ്ങളെ കൊണ്ടുവരുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കുടുംബം വിട്ട് മാറുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എൻ്റെ കുടുംബം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ആലോചന ഏറ്റെടുത്താട്ടെ. ഇപ്പോൾ ഈ നിമിഷം തന്നെ കുടുംബത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ സമാധാനം വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ചേ. യേശുവിൻ്റെ തിരുമുറിവിൽ നമുക്ക് ആരോഗ്യമുണ്ട്. കൈവെക്കുക ആ വേദനയുള്ള ഭാഗത്തോട്ട്. രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ, എനിക്കിനി രോഗിയായിട്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറ. എനിക്ക് രോഗിയായിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ ഒന്ന് പറ. ഒന്നും പേടിക്കണ്ട. നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ സൗഖ്യത്തിൻ്റെ അവകാശിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയാണ്. നിങ്ങൾ ഡിവൈൻ നേച്ചർ ഉള്ളവരാണ്. നിങ്ങൾ പറഞ്ഞാൽ ദൈവപ്രവർത്തികൾ നടക്കും. നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ അതിൻ്റെ മേൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പോൾ അങ്ങയുടെ വലിയ മഹത്വം ഇത് കൈവച്ച് ആ രോഗശക്തികൾ ഇപ്പോൾ വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു വ്യക്തിക്ക് ഈ കൈ ചില സമയത്ത് ഉയർത്താൻ കഴിയാതെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഭയങ്കര അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ ചില സമയത്ത് വേദന വന്നിട്ട് ആ കൈ പൊക്കിയത് നിമിത്തം തന്നെ കുറച്ചു നേരം വേദന കൊണ്ട് നിൽക്കുന്ന ഒരാളെ കർത്താവിനെ കാണിക്കുന്നു. ആ കൈയുടെ ഓരത്തിലോട്ട് കൈ എടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ രോഗശക്തി വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സൗഖ്യത്തെ കൽപ്പിക്കുന്നു. പറഞ്ഞു. എന്റെ കൈ നല്ല വേദനയുണ്ട് തുടങ്ങി അതേ ഇത് തന്നെ. കൈയോടെ വെച്ചോ. അതിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണുള്ള വ്യത്യാസം പറഞ്ഞോണം. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൈയോടെ വെച്ച് ഇപ്പോൾ ആ വേദന അവിടുന്ന് മാറുകയാണ്. ആ വേദന എൻ്റെ കൂടെ പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശു എൻ്റെ വേദനയെ ചുമന്നതാണ്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈപൊക്കിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കൈപൊക്കിക്കുക വയ്യേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്.
കർത്താവിൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദിവ്യ ആരോഗ്യമുണ്ട്, ദിവ്യ ആരോഗ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഞങ്ങളെ കരത്തെ സൗഖ്യമാക്കുന്നു, അത്ഭുതമാക്കുന്നു, അത്ഭുതമാക്കുന്നു, അത്ഭുതമാക്കുന്നു. ആ വേദനയുള്ളവരെല്ലാം കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ ആ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നെഞ്ചിന്റെ ഈ ഒരു നെഞ്ചിന്റെ ഭാഗത്ത്, അതായത് ആ ഒരു സെൻട്രലായിട്ട് പലപ്പോഴും വല്ലാത്തൊരു വേദനയും വല്ലാത്തൊരു ഈ കൊളുത്തി പിടിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് വന്നിട്ട് കമന്ന് കിടക്കുകയും ഭയങ്കരമായിട്ട് പൊളയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവിന് തൊടുകയാണ്. ഇനി മേലാൽ ആ വേദന വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗശക്തികൾ വിട്ടുമാറുന്നു. ചില തേയ്മാനങ്ങളിൽ നിന്ന് സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നടക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ കാലിന്റെ തണ്ടയ്ക്ക് വേദന വന്നിട്ട് ഇരുന്നും എണീറ്റും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിന്റെ മേലേക്ക് ഒരു ദൈവത്തിന്റെ ശക്തി ഏറ്റെടുത്തു സിസ്റ്റർ, ഏറ്റെടുത്തു. യേശുവിനെ ഈ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ. പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്തേ, പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്തിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും കൽപ്പിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് രോഗിയായിരിക്കുവാൻ കഴിയത്തില്ല. പറ, എനിക്കിനി രോഗിയായിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത്. പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. നിങ്ങൾ ഞൊണ്ട് നടക്കുമ്പോൾ പിശാച് കൈയടിക്കുക, നിങ്ങൾ രോഗമാകുമ്പോൾ പിശാച് കൈയടിക്കുക, യേശു തല കുനിച്ചിരിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തിട്ട് അവരത് പ്രാപിക്കുന്നില്ലല്ലോ. പറ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത്, കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഞാൻ രോഗിയാകാനല്ല, ഞാൻ സാക്ഷിയാകാനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിന്റെ അകത്ത് ആ പ്രഷറിനോടും ഷുഗറിനോടും ക്യാൻസറിനോടും ഒക്കെ കൽപ്പിക്കുക, ഇറങ്ങിപ്പോകാൻ പറ. യേശുവിന്റെ തിരുമുറിവിൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസുണ്ട്. ശരീരത്തിന്റെ മേലേക്ക് രോഗശക്തികൾ ഏത് രോഗമായിക്കോട്ടെ വിട്ടുമാറുകയാണ്, വിട്ടുമാറുകയാണ്. ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ശരീരത്തിലുണ്ടായ വ്യത്യാസം? നിങ്ങളത് പറയണം. എന്താണ് നിങ്ങളുടെ വ്യത്യാസം എന്ന് പറയണം. ഞാൻ നേരെടുത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ചെവിയിൽ നിന്ന് വെള്ളം വരുന്ന ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയെ ആ കൈ അവിടെ വെച്ച്, ആ വിരലവിടെ നിന്ന് വെച്ച് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ തലയ്ക്കകത്തേക്ക് സൗഖ്യം വ്യാപരിക്കുന്നു, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഓ എനിക്ക് വലിയ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ശരീരത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മാറാ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ഒരിക്കലും ട്രീറ്റ്മെന്റിൽ എന്ന് പറഞ്ഞ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. ഞാനൊരു വാക്ക് എന്നെ കർത്താവ്, ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. പ്രകാശിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. പ്രകാശ് എന്നുള്ള പേരും അതിനോടൊപ്പം തന്നെ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഈ രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ മേലേക്ക് സിന്ധു ഞാൻ പ്രകാശൻ ആരാ? പ്രകാശൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഹിന്ദുവിന്റെ ഭർത്താവാണ് പ്രകാശൻ. ആമേൻ. ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ മേലേക്ക് വലിയ ദൈവപ്രവർത്തി ചെയ്യും. എനിക്ക് കാണുന്ന ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു 7 സെന്റ് സ്ഥലം കർത്താവ് നിങ്ങളുടെ കരത്തിലേക്ക് ഒരവകാശ വാടങ്ങളെ പൊളിച്ചിട്ട് കരത്തിലേക്ക് തരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയം കർത്താവിന്റെ വേലയിൽ വിതച്ച് പറഞ്ഞു. ബ്രദറെ, ഒരു മിനിറ്റ് ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ഉറങ്ങുമ്പോ എനിക്ക് ഭയം കൊണ്ടുവരിക, എനിക്ക് ഭയത്തിന്റെ ചിന്ത, പേടി വരിക, നെഗറ്റീവ് ചിന്ത വരിക. എന്നെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. എന്റെ അനിയത്തിക്ക് സുഖമില്ല, അവളെ ഓർത്തും പ്രാർത്ഥിക്കണം പ്ലീസ്. യേശുവിന്റെ നാമത്തിൽ കൈ അവിടെ വെച്ച്, ദേഹത്ത് കൈവച്ച്, യേശു എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സെപ്പറേറ്റ് പ്രാർത്ഥന. കൈവച്ചു ആൻറ്റി, കൈവച്ച്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഭയത്തിന്റെ പിശാചുക്കളെ പുറത്താക്കുന്നു. ദിവ്യസമാധാനം, ദിവ്യസമാധാനം ഇന്നും ഉണ്ടാകട്ടെ. ഞാനൊരു മണ്ണുപറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീട്ടുപേര് കർത്താവിനെ കാണിക്കും. മണ്ണുപറമ്പിൽ എന്ന് പറഞ്ഞ വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ കർത്താവിനെ കാണിക്കുന്നത് അവിടുത്തെ തലമുറയുടെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൊടുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് അനർത്ഥം വിട്ടൊഴിയട്ടെ. ഈ ദിവസങ്ങളിൽ വലിയ ദൈവിക സമാധാനം കർത്താവ് ചൊരിയുന്നല്ലോ. കർത്താവ് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ,
നിങ്ങളുടെ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവർ, അതുകൊണ്ട് വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്. ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാനുള്ള അവസരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്നുള്ള പരിപാടിയല്ല. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് ഉറപ്പുള്ളവർ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിത നമ്മുടെ അനുഗ്രഹമായി തീരും. ഞാൻ വിതച്ചവർക്ക് വേണ്ടി എല്ലാം കർത്താവിൻ്റെ വേലയിൽ, സുവിശേഷ വേലയിൽ ഇന്ന് ഓഫറിങ്ങുകൾ വിതച്ചവരെ ഓർത്ത് ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് വിതയ്ക്കുവാൻ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കാണാം. ഇത് മാത്രമല്ല, വിതയ്ക്കുക മാത്രമല്ല, ഇന്നും അതിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവെ, ആത്മാക്കൾ കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടും. പട്ടണങ്ങളിൽ നമുക്കറിയാം, എറണാകുളം പോലൊരു പട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് തലമുറകൾ ഒത്തിരി തകർന്നുകൊണ്ടിരിക്കുന്ന പട്ടണമാണ്. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. കുടുംബജീവിതം, ഞാൻ പല വാർത്തയും കേൾക്കുമ്പോൾ, പലരെയും പേഴ്സണലി കേൾക്കുമ്പോൾ ഒത്തിരി മ്ലേച്ഛകരമായ പലതും ആ പട്ടണത്തിൽ സംഭവിക്കുന്നു. പക്ഷേ ആ ദൈവം ആ പട്ടണത്തെ ഒരു അനുഗ്രഹമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന നമ്മളെ ദൈവം അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനല്ല, ആ ദേശത്തെ വിടിവിക്കുവാൻ യേശു അഭിഷേകം ചെയ്യും. നിങ്ങളുടെ മേൽ ആ ഒരു പവർ തമ്പുരാൻ വ്യാപരിക്കും. അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ. അനേകർക്കൊരു അനുഗ്രഹമായി തീരും. പിശാചുക്കളെ ചവിട്ടി മെതിക്കുവാൻ അഭിഷേകം നമ്മുടെ മേലുണ്ട്. കർത്താവ് വിതച്ചവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുന്നപ്പ, മുന്നോട്ട് വിതയ്ക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, വർധനവുണ്ടാകും. വാരി വിതറി കൊടുക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ നന്മയുണ്ടാകും. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ ലഭിക്കുന്ന ഓഹരിയിൽ നിന്നും വിതയ്ക്കുമ്പോൾ വർധനവിനെ തരുന്നൊരു ദൈവമുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഈ ദിവസങ്ങളിൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇപ്പം പ്രാർത്ഥിച്ചവരിൽ വ്യത്യാസം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. എന്റെ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. കൈ പൊക്കുമ്പോ എനിക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വേദനയില്ല. ഒരു തരിപ്പ് പോലെ, ഒരു വയർപ്പ് പോലെ പ്രാർത്ഥനയുടെ നേരത്ത് വന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും പറഞ്ഞു? ഒരു മിനിറ്റ്, ഒരുമിച്ച് പറയാതെ. ഹലോ പറഞ്ഞു. എന്റെ കൈയുടെ ഷോൾഡറിന് കുറെ ദിവസമായിട്ട് വേദന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഞ്ചിനകത്ത് ഭയങ്കര ഒരു കെട്ടിരിക്കുന്ന മാതിരി, ഒരു വല്ലാത്ത പുറത്തും നെഞ്ചിനകത്തുമായിട്ട് കുറെ നാളുകളായിട്ട് ഉദരത്തിനകത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് അയഞ്ഞ മാതിരി എനിക്ക് അനുഭവപ്പെട്ട് കുറെ ഏമ്പക്കം പോയി. ഇപ്പൊ തന്നെ കുറെ ഏമ്പക്കം എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി, ഉള്ളിൽ നിന്ന്. സൗഖ്യമായി. ഇപ്പൊ അയഞ്ഞു വരുന്നു. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. കർത്താവ് സൗഖ്യമാക്കിയിരുന്ന നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു നിമിഷം ഞാനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാണ്. ഒരു മിനിറ്റ്, ഇതിന് ശേഷം നിങ്ങൾക്ക് പറയാം. ഒറ്റ മിനിറ്റ്. ഞാനിപ്പോൾ ടോംസ് പറഞ്ഞ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. കാര്യം പ്രയർ റിക്വസ്റ്റുകളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് നിങ്ങളോട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ അനേകർക്ക്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്ന ആഗ്രഹമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ചുമ്മാ പ്രാർത്ഥിക്കരുത്. കർത്താവ് അവനെ അനുഗ്രഹിക്കണം എന്നല്ല, ചെന്ന് പ്രാർത്ഥിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ദൈവത്തിന് സന്തോഷമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ രോഗിയെ കണ്ട് വിസിരിക്കുക, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ച വല്ലതും, നിങ്ങളൊന്ന് ചെന്ന് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും സന്തോഷമില്ലെങ്കിലും യേശു സന്തോഷിക്കും. ഈ കർത്താവ് സന്തോഷിച്ചാൽ ഗുണം എന്നാണെന്നറിയാവോ? കർത്താവ് സന്തോഷിച്ചാൽ പിന്നെ കർത്താവ് കൈ അയച്ചങ്ങോട്ട് നമ്മളെ ചേർത്ത് പിടിക്കും. പിന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. എൻ്റെ നാമത്തിൽ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട, കർത്താവിൻ്റെ സുവിശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ കൂലി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. അപ്പോൾ ദൈവത്താൽ നമുക്ക് എന്ത് ലഭിക്കും? കൂലി ലഭിക്കും. ഇപ്പോൾ കർത്താവ് നമുക്കൊന്ന് സെറ്റിൽമെൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഏറ്റവും നല്ല അനുഗ്രഹം ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ കർത്താവിൻ്റെ സുവിശേഷം ചെയ്താൽ മതി. ആ ജോലി സ്ഥലങ്ങളിൽ, വീടിൻ്റെ അടുത്തുള്ളവർ, ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ നിർത്തരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ വിടുവിക്കുന്നവരാക്കി യേശു ക്രിസ്തു നിങ്ങളെ മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മീറ്റിംഗ് ഇപ്പോൾ ഈ മാസം നവംബറായി, ഡിസംബർ, ജനുവരി 2 മാസം കൂടി ഉള്ളൂ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി. പ്രാർത്ഥിക്കണം. വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. എനിക്ക് യാത്ര ഇവിടുന്നുണ്ട്, ഏകദേശം നല്ല മണിക്കൂറുകളുള്ള യാത്രയാണ്. യാത്രയിലൊക്കെയും വലിയ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെയും ദൈവപ്രവൃത്തി ഉണ്ടാവും. അപ്പോൾ ഓരോ പട്ടണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ കൊല്ലത്ത് എനിക്ക് ഒരു പരിചയവും ഇല്ല, എറണാകുളത്തും എനിക്ക് വലിയ പരിചയമില്ല.
അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വർഗീസ് ബാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് നിങ്ങൾക്ക് ഹോളുകളോ ഓഡിറ്റോറിയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദിവസങ്ങളിൽ ഇതിന് ശേഷം തന്നെ എനിക്ക് പ്രാർത്ഥനയെ കൂടുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല, ഗ്രൂപ്പിൽ ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഗ്രൂപ്പിൽ ഇടുന്ന ആരിപ്പം ലെഫ്റ്റിൽ ഇടുന്ന പറഞ്ഞോട്ടെ, എനിക്കറിയാം സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, തുടക്കത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഇട്ട് കഴിയുമ്പോൾ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വരുമ്പോഴേക്കും അത് നിങ്ങൾ കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തും വരുന്നവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഹോളിൻ്റെ കാര്യങ്ങൾ. എറണാകുളത്ത് നിന്നാണെങ്കിൽ അത് ജോയിൻ ചെയ്യുക. തൃശ്ശൂർ, എറണാകുളത്തുള്ളവർക്കൊക്കെ ആ മീറ്റിങ്ങിലേക്ക് വരാം. കോട്ടയത്തുള്ളത് ഞാനത് പറയാം അടുത്തത് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. നിർബന്ധിക്കുന്നില്ല, എങ്കിലും ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. നിർബന്ധിക്കുന്നില്ല. ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, എന്തെങ്കിലും നമുക്ക് കാണാനേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എങ്കിലും നമുക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരം, കർത്താവിൻ്റെ കൃപയിൽ പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കാനുള്ള അവസരമാണ്. അനേകരെ കൂട്ടിക്കൊണ്ട് വരണം, രോഗികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ട് വരണം. വണ്ടിക്കൂലി കൊടുത്താലും കുഴപ്പമില്ല, കൂട്ടിക്കൊണ്ട് വരണം. അവിടെ പറയാം നമ്മളിപ്പോൾ അങ്ങോട്ട് രോഗിയായിട്ടാണ് പോകുന്നത്, പക്ഷേ യേശുവിൽ തിരിച്ച് നമ്മൾ സൗഖ്യമായി പോയിരിക്കുന്നവരുടെ പറയണം. അവരെ കർത്താവിൻ്റെ കൃപയിൽ കൂട്ടിക്കൊണ്ട് വരണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ കൊല്ലത്തുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുക. കൊല്ലം ഞങ്ങൾക്ക് പരിചയമില്ല, ഞാൻ അങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ, എനിക്ക് അതിനെപ്പറ്റി ഒരു പരിചയമില്ല. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്, ഒരു സഭയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നില്ല, അങ്ങനെ കണക്ഷൻ ഒന്നും വരുന്നില്ല. നമ്മുടെ തന്നെ ഓഡിറ്റോറിയങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടിയാണ്. ഹോളുകളാണെങ്കിൽ ഹോള് ആളുകളുടേതനുസരിച്ച്. അപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും എന്നെ കേൾക്കുന്നവർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് കാണാനുള്ള സമയത്തിനുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. വലിയ എക്സ്പീരിയൻസുകളെ കർത്താവ് ചെയ്യും. വലിയ ദൈവപ്രവർത്തികളെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് അവസരമുണ്ട്. അസാധാരണമായ പ്രവചന ആലോചനകളെ സ്വീകരിക്കുവാൻ അവസരമുണ്ട്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അറ്റ്മോസ്ഫിയർ തന്നെ നമ്മുടെ ചേഞ്ച് ആകും. ലൈഫ് തന്നെ ചേഞ്ച് ആകുന്ന രീതിയിൽ കർത്താവ് നമ്മളെ മാറ്റും. ഓരോ രാജ്യത്തുള്ളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്രമീകരിക്കുക. ബ്രദറിനെ കൊണ്ടുവരികയല്ല, നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യാൻ വേണ്ടിയാണ്. ദേശത്തുള്ള അനേകർക്ക് വേണ്ടി അനുഗ്രഹമായി തീരും. കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുമെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പെട്ടെന്ന് തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് സൗഖ്യങ്ങൾ നടന്നവർ വ്യക്തമായി പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജന്മദിനം പ്രിയമുള്ള ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് ദീർഘായുസ്സോടെ നന്മകളുടെ ദൈവം നിറയ്ക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. സംശയം ആരാ ചോദിച്ചേ? ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിച്ചത് ഞാനായിരുന്നേ. സിസ്റ്റർ ആയിരുന്നു സാക്ഷി അല്ലേ? സംശയം ഞാനാണ് ചോദിച്ചത്. ഇപ്പം ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയാറില്ലേ നമുക്ക് എവിടെയാണോ രോഗമുള്ളത് അവിടെ തൊട്ട് പ്രാർത്ഥിക്കാന്. ഇപ്പം നമ്മളല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം എന്റെ ഹസ്ബൻഡിന് ഞാൻ മെമ്മറി ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ നിന്നിട്ട് അങ്ങനെ അവർക്ക് വേണ്ടിയോ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവോ? അല്ലെ? പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ഞാൻ എൻ്റെ കയ്യിലുള്ള ആത്മാവിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിപ്പോൾ രോഗികളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലായിരിക്കാം, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എനിക്ക് ലഭിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തെ ഞാൻ ഉപയോഗിക്കും. എനിക്ക് ലഭിച്ചിട്ടുള്ള സ്പിരിറ്റ് ഓഫ് ഫെയ്ത്തിനെയും സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങിനെയും ഞാൻ 2 ആത്മാക്കളെ ഉപയോഗിച്ച്, കൃപാവരത്തിൻ്റെ 2 ആത്മാക്കളെ ഉപയോഗിക്കും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഫെയ്ത്തും സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങും. ഇത് രണ്ടും ഉപയോഗിച്ച് എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മളത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ മേലേക്ക് എന്ത് ചെയ്യും? ആ 2 സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നത്. അങ്ങനെ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഞാനൊരു അത്ഭുത സാക്ഷ്യം പറയാണ്. എന്റെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ സഹോദരിയുടെ ഭർത്താവ് ഏകദേശം 75 വയസ്സ് പ്രായമുണ്ട്. പുള്ളിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വയറ്റിൽ സ്കാൻ ചെയ്തപ്പോൾ വയറ്റില് ഒരു ലാർജ് ഇൻഡസ്റ്റൈനില് ഗ്രോത്ത് ഒന്ന് രണ്ട് ഗ്രോത്ത്, ഒരു ഗ്രോത്ത് വലിയ ഗ്രോത്താണ്. അവർ അന്നേരം എഴുതി അത് ഇതിന് കൊടുത്തു, ബയോപ്സിക്ക് കൊടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് വന്നു, അത് പോസിറ്റീവായിട്ട് വന്നു. RCCയിലേക്ക് റെഫർ ചെയ്തു. RCCയിൽ ഈ ഡിസംബർ 26-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ അവർ
നീ പുറകോട്ട് നീക്കി ഈ 19-ാം തീയതി നാളെ കഴിഞ്ഞ് ഈ 19-ാം തീയതി നവംബർ 19-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ RCC ഇപ്പൊ ഓൾറെഡി RCC-ലാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ അമ്മിനി 12-ാം തീയതി വീണ്ടും ഒരു സ്കാൻ ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് ഇന്ന് റിസൾട്ട് വന്നു. അത്ഭുതമായിട്ട് ആ ഗ്രോത്ത് അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഞങ്ങൾ വചനം അയച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇത് അന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നുകൊണ്ട് എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ആ ഗ്രോത്ത് മാറിപ്പോയിരിക്കുന്നു, അത്ഭുതം നടന്നിരിക്കുന്നു എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞാനും എന്റെ സഹോദരികളും അവിടെ പുള്ളിയുടെ ഹസ്ബൻഡും വൈഫും എല്ലാവരും ഞങ്ങൾ സഹോദരികളാണ്. ഞങ്ങളെല്ലാവരും എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ വചനം പറഞ്ഞ് അന്ന് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അതിന്റെ അത്ഭുത സാക്ഷ്യമായിട്ട് ആ രോഗം അങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ല അവിടെ. ആദ്യത്തെ ആ ഇതും സ്കാനിങ് റിപ്പോർട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഫാർ ഡിഫറെന്റ് ആണ്. അത്ഭുതം നടന്നിരിക്കുന്നു. ഞാൻ തിരുവല്ലയിലാണ്. ചേട്ടൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയില് ആണ് താമസിക്കുന്ന അവരുടെ വീട്. ഇവരിപ്പം എവിടെയാണ്? RCC-യിൽ തിരുവനന്തപുരത്താണ്. ആമേൻ. ഈ മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം ആയിട്ട് വരണം. കാര്യം ഇത് വലിയ സാക്ഷ്യമാണ്. ഇപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ആരെങ്കിലും വരികയും ചെയ്യണം. ആ നേരിട്ട് ആൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണം കോട്ടയത്തോ കൊല്ലത്തോ എവിടെയാണെന്ന് വെച്ചാൽ വരണം. കാര്യം ഇത് വലിയ അത്ഭുതമാണ്. നിങ്ങൾ കേട്ടെ, അത്രയും പ്രായമുള്ളതാണ്, ഗ്രോത്ത് കണ്ടുപിടിച്ചതാണ്, അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നു, സർജറി വേണമെന്ന് പറഞ്ഞതാണ്, എല്ലാം ഡിസംബറിൽ എല്ലാം ഫിക്സ് ചെയ്തതാണ്, എല്ലാം കൺഫേം ആണ്. പക്ഷെ എന്ത് ചെയ്തു? അവർ ഭയപ്പെടാതെ ഭാരപ്പെടാതെ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വാചനം അങ്ങോട്ട് അയച്ചു. അവിടെ എന്തു സംഭവിച്ചു? രണ്ടാമത് ഗ്രോത്ത് കൺഫേം ചെയ്ത സ്കാൻ റിപ്പോർട്ട് ഞെട്ടിച്ചുകൊണ്ട് ഓപ്പറേഷൻ പോലും ചെയ്യാതെ ഇപ്പൊ കേട്ടതുപോലെ തന്നെ ആ ഗ്രോത്ത് അവിടെ ഉണ്ടെന്ന് പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും ഒരു ഗ്രോത്ത് മാഞ്ഞു പോകത്തില്ല. ഡോക്ടർമാർ അത് സർജറി വേണമെന്ന് അത്രയും സീരിയസ് ആയിട്ട് വരണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. പക്ഷേ കർത്താവിന്റെ വചനം അയച്ച നമ്മൾ കേട്ടല്ലോ, ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത്. ആത്മീയ മനസ്സിലാണ് ആ ക്യാൻസറിന്റെ ട്യൂമർ എല്ലാം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ വചനം പഠിച്ചതിന്റെ ഗുണം കണ്ടോ? അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ RCC പോയി കിടന്ന് ഓപ്പറേഷൻ ചെയ്ത് മരണത്തോട് മല്ലടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഗ്രോത്തുമായിട്ട് വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ കിടന്ന് കർത്താവെ എന്നാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, വചനം പഠിക്കുമ്പോൾ എന്നിലൂടെയും കർത്താവ് പ്രവർത്തിക്കും, എന്നിലൂടെയും കർത്താവ് സൗഖ്യമാക്കും എന്നുള്ള തിരിച്ചറിവ്. ഞാനല്ല പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ചു നോക്കി, വചനം പഠിച്ച് പ്രാർത്ഥന പഠിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് ശുശ്രൂഷ. ഇതിലേക്കാണ് കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻറ്റി എന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എവിടെയാണോ സൗകര്യം വരാതിരിക്കരുത്. മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ചോണം. അതെല്ലാം എടുത്തു വെച്ചോണം. ലൈവിൽ നമുക്ക് ആ സാക്ഷ്യം പറയാം. കാര്യം ഇതേപോലെ എന്തിനാ സാക്ഷ്യം പറയിപ്പിക്കുന്നറിയോ? ഇതേപോലെ RCC-യിലും മെഡിക്കൽ കോളേജിലൊക്കെ കിടക്കുന്നവർ കേൾക്കണം. അവരിത് കേട്ടിട്ട് ആ രോഗക്കിടക്കയിൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു എന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് ബൈബിളൊരു വാക്കുണ്ട്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവ് തൊട്ട് അവിടുത്തെ ഡോക്ടറില്ല, കോഴിക്കോട്ടെ ഡോക്ടർമാർക്ക് റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നു, ഇത് ആദ്യത്തെ റിസൾട്ട് ഇപ്പോഴത്തെ റിസൾട്ട് അവരെ കാണിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതിനിടയിൽ ഇതിനെന്ത് മരുന്ന് കഴിച്ചു എന്ന്. ഓ സ്വോത്രം, അത്ഭുതമാണ്. ചോദ്യം ചോദിച്ചു. ഇന്നിപ്പം RCC-യിലാണ്. ഇപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ഡോക്ടേഴ്സ് വിട്ടിട്ടില്ല. അവരുടെ എല്ലാരും കൂടി ആലോചിക്കട്ടെ എന്ന് പറയുന്നു, ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്നോട് പറഞ്ഞു, എന്റെ കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതാണ്. എത്ര വയസ്സാന്ന് പറഞ്ഞ്? 75 വയസ്സുണ്ട്. 75 വയസ്സാന്ന് ആലോചിച്ച് നോക്കി. കർത്താവിന്റെ അത്ഭുതം. കോഴിക്കോട്ടെ ഡോക്ടർമാർ ഇതിന്റെ ഇടയിൽ എന്ത് മരുന്നാ കഴിച്ചത്? RCC-യിലെ ഡോക്ടർമാർ ഇപ്പോഴും നോക്കി ഇതെന്താ സംഭവിച്ചത്. നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നില്ല? ഈ സാക്ഷ്യം പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ആമേൻ പറയാതിരിക്കും? യേശു ജീവിക്കുന്നു. ദൈവം അത്ഭുത മന്ത്രിയാണ്. വാർദ്ധക്യം ദൈവത്തിന് വിഷയമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എനിക്ക് പ്രായമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, എനിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിങ്ങൾ പറയൂ എനിക്ക് 60 50 100 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനം പുതുക്കപ്പെടാൻ അറിയാം. ബൈബിളിൽ കഴുകനെ പോലെ നമ്മുടെ യൗവനം പുതുക്കം പ്രാപിക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സരസ് എന്ന് പറഞ്ഞ സിസ്റ്റർ ആൻറ്റി ഇപ്പം കാണുന്നില്ല പ്രാർത്ഥനയ്ക്ക്, എന്നെ യൂട്യൂബിലാണ് കേൾക്കുന്നതെങ്കിൽ നാളെ മുതൽ സൂമിൽ വരണം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൻറ്റിയോടെ ഞാൻ പറഞ്ഞു കേട്ടോ, എറണാകുളത്തുള്ള കേട്ടോണം. എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ വരണം.
സരസാൻറ്റി 65 വയസ്സുള്ള പോലീസ് ഒരു സാക്ഷ്യം പറഞ്ഞു. സാധാരണ കുന്നും മലയൊന്നും കയറാൻ പറ്റത്തില്ല, ടൂറ് പോയ സമയത്ത് അങ്ങനെ താഴെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആ പണ്ട് സാക്ഷ്യം കേട്ടതായിരിക്കും. സരസാൻറ്റി ഈ വചനം പഠിച്ചിട്ട് എങ്ങനെ ഈ വചനത്താലുള്ള അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വചനം ചൊല്ലി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം പ്രാപിച്ചു. പറയുക, കൊച്ചുമക്കൾ കിതച്ച് ഇടുക്കിയിലോ വാഗമണിലോ എങ്ങാണ്ട് പോയിട്ട് കയറ്റം കയറാൻ നിൽക്കുമ്പോൾ അമ്മച്ചി 65 വയസ്സിൽ ഓടിക്കേറി, ഒരു മുട്ടുവേദനയില്ല. ചെറുപ്പക്കാർ പിള്ളേരെ അണച്ച് താഴെ നിൽക്കുക, കിതച്ച് താഴെ നിൽക്കുമ്പോൾ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഓടിക്കേറി. ബ്രദറെ, ഇപ്പം ചെറുപ്പക്കാരെ പോലെ എത്ര പേര് ആ സാക്ഷ്യം പണ്ട് കേട്ടായിരുന്നു? മറന്നോ? എനിക്കറിയത്തില്ല. നിങ്ങൾ കേട്ടതാ ഡോക്ടറെ? കേട്ടതാ? ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. വാർദ്ധക്യം നമുക്ക് തടസ്സമല്ല, വാർദ്ധക്യം നമുക്ക് വിഷയമല്ല. പ്രായമായെന്ന് വയസ്സായെന്ന് പറഞ്ഞിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് തന്നെയാണ് ലോക മനുഷ്യനും പറയുന്നത്. 80-ാം വയസ്സിൽ മോശ എന്ന് പറയുന്ന അപ്പച്ചൻ എന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നെഞ്ചും പിരിച്ച് നേതാവായിട്ട് നടന്നു. ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ നടന്ന മനുഷ്യനാണ് മോശ. ഈ ചരിത്രം പഴയ നിയമത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പം ദാസനല്ല, പുത്രനായിരിക്കുന്നു പുതിയ നിയമത്തിൽ, മക്കളായിരിക്കുന്നു. പറയണം, എൻ്റെ യൗവനം പുതുക്കം പ്രാപിക്കും, വാർദ്ധക്യത്തിലും ഞാൻ യൗവനക്കാരെ പോലെ സുവിശേഷത്തിന് വേണ്ടി ഓടും. ഇതുപോലെ നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നേരിട്ട് വന്ന് നമുക്ക് കാണുന്ന സമയത്ത് ഇടവും വലവും കയ്യെ പിടിച്ചിട്ട്, ബ്രദറെ, ഈ വ്യക്തി എന്നിലൂടെ യേശു സൗഖ്യമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ കൂട്ടിക്കൊണ്ട് വരണം. തകർന്ന ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യുമെന്നേ. ഞാൻ ഈ സൂമിൽ ഇരുന്നുകൊണ്ട് ദൈവകൃപയാൽ നമുക്കൊരു പറയാനൊരു വഴി തുറന്നുകൊണ്ടല്ലോ ഇത്രയും ആൾക്കാർക്ക് കൂടാൻ പറ്റിയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇനിയും സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ. സമയം ഞാൻ അപകരിക്കുമല്ലേ? പറഞ്ഞു. എന്തോ പറഞ്ഞു? ബ്രദറെ, എന്റെ ഒരാഴ്ച കൊണ്ട് 2 കൈയുടെയും മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ 2 കൈയിലും വെച്ച് പ്രാർത്ഥിച്ച് അത്ഭുതമായിട്ട് ഈ വേദന 2 മാറിപ്പോയി ബ്രദറെ. അത്ഭുത സാക്ഷ്യം. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല. ഇല്ല, വേദന ഇല്ല ബ്രദർ. ഞാൻ കൈ നല്ല താക്കി നോക്കുക. ആമേൻ, ആമേൻ, വേദന ഇല്ല ബ്രദറെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതുപോലെ വേദനയുള്ളവരെ എണീപ്പിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ. ധൈര്യമായിട്ട് പറഞ്ഞു. എന്തോ? ഞാന് നഴ്സറിന്ന് 2 തക്കാളി ചെടി മേടിച്ചു വെച്ചു. അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ കായിട്ട് അതിന്റെ ഒപ്പം നട്ടയില് പൂ ഇടണുണ്ട്, കായ ഇടണമെന്നില്ല. അപ്പൊ ഞാനപ്പ ചെടിയുടെ മുമ്പിൽ പോയി പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, കായ ഇടട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടും അതിന് കായ ഉണ്ടായില്ല. പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞ് പിന്നെയും പറഞ്ഞു. 3ാമതും പറഞ്ഞ ശേഷം ആ ചെടിയിൽ നിറയെ തക്കാളി ഉണ്ടായി ഇരിക്കണം ഇപ്പൊ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, നിന്റെ കൊട്ടയും മാവ് ഒഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലവും ഗർഭഫലവും അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ കൽപ്പിച്ചാൽ ഇനി ഒരിക്കലും ചലിക്കാതാണെ പോലും ജീവൻ വെക്കും, വർധനവുണ്ടാകും. ഗോഡ് ബ്ലെസ് യു. യേശുനാഥനെ ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തെ ഉപയോഗിക്കുക ഇനിയും. ആമേൻ. പറഞ്ഞു മിസ്റ്റർ. ഇന്നലെ പാസ്റ്റർ ശാന്തമ്മ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞു. 10 സെന്റ് സ്ഥലം. അത് എന്റെ സിസ്റ്ററാണ് അവള്. അപ്പൊ അവള് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് കൈ ചൂണ്ടി അങ്ങോട്ട് നിൽക്കുന്ന ഈ 10 സെന്റ് സ്ഥലത്തിന്റെ അവിടെ ഇട്ടുന്നു. അത് ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരാള് ഞങ്ങളുടെ വസ്തുവിന്റെ അയാൾക്കത് ഞങ്ങളുടെ സ്ഥലം അയാള് ഇങ്ങനെ കയ്യേറി പുള്ളി കേസ് കൊടുത്തിരിക്കുക, അയാളുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു കേസിൽ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പൊ കൈ ചൂണ്ടിരിക്കെന്ന് പറഞ്ഞ അവള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കാണിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. ഞാൻ അത് ഏറ്റെടുക്കുന്നു പാസ്റ്റർ. ആമേൻ. തീർച്ചയായിട്ടും അത് ഇന്ന് പൊട്ടിയിരിക്കുക. ആ ബന്ധം ഇനി ആമേൻ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആ പിശാചിന്റെ സകല പ്രവൃത്തി അവിടെ നിന്ന് പൊളിഞ്ഞിരിക്കുന്നു. അത് അവകാശമാക്കി നമ്മളിലേക്ക് മടങ്ങി വരും കേട്ടോ. ആ ആലോചന ഏറ്റെടുത്തോളം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു? എന്തോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ പേരാണ് ബ്രദറെ പ്രകാശൻ എന്ന് പറഞ്ഞത്. എന്റെ സഹോദരന്റെ ഭാര്യയാണ് സിന്ധു. ആമേൻ. സിസ്റ്റർ ഏറ്റെടുത്തോ. കർത്താവ് വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ബ്രദറെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഏറ്റെടുത്തു. പറഞ്ഞു. സിസ്റ്റർ, മീറ്റിംഗിന്റെ കാര്യം ഗ്രൂപ്പിലോട്ടാണ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. നമ്മുടെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ സമയം എപ്പോഴൊക്കെയാണ് ഞാൻ ഉള്ളതെന്നുള്ളത് ഗ്രൂപ്പിലോട്ടാണ് വരുന്നത്. ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ പോസ്റ്ററുകൾ എല്ലാം വരും. അപ്പം നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ. എന്തോ പറഞ്ഞു. കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ സിസ്റ്റർ? കേട്ടില്ല.
കേട്ടില്ല, ക്ലിയർ ആയില്ല. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞോ. ഹലോ. പറഞ്ഞു. ബ്രദറെ, ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. എന്റെ അനിയത്തിയുടെ ഭർത്താവ് അമല ഹോസ്പിറ്റലിൽ, തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 13 ദിവസമായി. പൈൽസിന്റെ അസുഖമാണ്. ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കണേ ഇല്ല. അങ്ങനെ ചെറിയൊരു തടുപ്പ് പോലെ ഉള്ളിലുള്ളത് കട്ട് ചെയ്തെടുത്തു അവര്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ ആരോഗ്യം ഇല്ലെന്നാ പറഞ്ഞത് അവര്. അപ്പൊ അവര് ഈ ബ്ലീഡിങ് നിൽക്കാനായിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും, ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അത് ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു രാത്രിയിലൊക്കെ. പക്ഷെ എന്നാലും ബ്ലീഡിങ് പൂർണ്ണമായി നിന്നിട്ടില്ല. അവര് പറഞ്ഞ നാളെ 2 ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നാളെ ഇടണം, ഇട്ടിട്ട് അതിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അത് പൂർണ്ണ വിടുതലോടുകൂടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ദൈവം, അതായത് പിശാച് കത്തിവെക്കാൻ അയക്കരുത് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവന് വേണ്ടിയിട്ട്. കാരണം ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടിരുന്നു, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ അവൻ കയറി വന്നിട്ട് വല്ലാത്തൊരു എല്ലാവരെയും അങ്ങോട്ട് വഴക്ക് പറയുന്ന രീതിയിൽ അവൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിന്റെ അടുത്ത് അന്ന്. അവനാണ് ഈ പറയുന്ന ഈ കിടപ്പ് രോഗിയായിട്ട് എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇപ്പൊ അവർ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സൂമില് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ ഓപ്ഷൻ കിട്ടില്ല അതങ്ങോട്ട് നേരിട്ട് പറയാനായിട്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അവരുണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവര്. ആ ഹോസ്പിറ്റലിൽ നിന്ന് കാരണം ഞായറാഴ്ച ഞങ്ങൾ ചേച്ചിയുടെ മോന്റെ കല്യാണമാണ്. അതിനൊന്നും അവര് ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾക്ക് വല്ലാത്തൊരു ഭാരമാണ് അവരെ പറ്റി ആലോചിച്ചിട്ട്. അവരുടെ ജീവിതത്തിൽ മക്കളോ കുട്ടികളോ ഒന്നുമില്ല. 2 പേർക്ക് 45 വയസ്സ് കഷ്ടിച്ചായിട്ടുണ്ട് 2 പേർക്കും. അങ്ങനെ വല്ലാത്തൊരു ഭാരത്തിലിരിക്കുകയാണ്. ഒരുമിച്ച് ഇന്ന് കൽപ്പിക്കും കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ആ മകന് വേണ്ടി കൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കിടക്കയിൽ ബ്ലീഡിംഗ് ആയിട്ട് കിടക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി എന്നെ ഇന്നത് കേൾക്കുന്നുവെങ്കിൽ ആ കൈയെടുത്ത് ശരീരത്തിലൂടെ വെച്ചാൽ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരാണോ കൈവെക്കണം, ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങളിന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓപ്പറേഷൻ കൂടാതെ ഞങ്ങളിന്ന് കേട്ടു ആ ക്യാൻസറിൻ്റെ മുഴകളെ പ്രാർത്ഥനയിൽ ഡോക്ടർമാർ തന്നെ അതിശയിച്ചത് എന്താണ് ഇതിൽ സംഭവിച്ചെന്ന് അവർ അതിശയിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുത മന്ത്രിയായ യേശുവേ, അങ്ങയുടെ അത്ഭുത ഹോസ്പിറ്റലിൽ, തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു സിസ്റ്ററെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഇപ്പൊ ഇന്നലെ ഇന്നു കാലിന്റെ ഊര തൊട്ട് താഴോളം വേദനയായിരുന്നു. ഇപ്പൊ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അത് ശരിക്കും ദൈവം സൗഖ്യമാക്കി തന്നെ ദൈവത്തിന്. ആമേൻ. കർത്താവ് സിസ്റ്റർ പറഞ്ഞ കാലിന് മുട്ടുവേദന എങ്ങനെ പറഞ്ഞേ? താഴോളം വേദന, ഭയങ്കര വേദനയായിരുന്നു. തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ സൗഖ്യമായല്ലേ? ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയിരുന്നു നന്ദി. വേദനകൾ യേശു ക്രൂശിൽ വഹിച്ചതായതുകൊണ്ടാണ് സൗഖ്യം നടക്കുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരാഴ്ചയായിട്ട് കണ്ണയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. ബ്രദർ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ. 2-3 ദിവസം കൊണ്ട് ഭയങ്കര, ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കാലിന്റെ വെണ്ണയിലെ വേദനയെല്ലാം മാറി. വെരിക്കോസ് വെയിനൊക്കെ ഇങ്ങനെ ചുരുങ്ങി വരുന്ന, ചുരുണ്ടുകൂടി വരുന്ന ആ വേദനയായിരുന്നു. ഭയങ്കര വേദന, നടക്കാൻ പോലും വയ്യായിരുന്നു. ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വേദന അങ്ങ് മാറി. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. ഇത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. വെരിക്കോസ് വെയിൻ നിമിത്തം നടക്കാൻ പോലും പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ പ്രാർത്ഥനാ സമയത്ത് കൈയെടുത്ത് അങ്ങ് വെച്ച് യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ച് ഇപ്പം നടക്കാൻ പറ്റും, ഒരു വേദനയില്ല. ആമേൻ. വെരിക്കോസ് വെയിൻ ആയിക്കോട്ടെ, എന്ത് വേദന ആയിക്കോട്ടെ, യേശുവിന്റെ തിരുമുറിവിൽ മാറാത്ത രോഗമില്ല, സൗഖ്യമാകാത്തതില്ല. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. എന്തോ പറഞ്ഞു? പാസ്റ്റർ, എനിക്ക് നേരത്തെ പാസ്റ്റർ പറഞ്ഞില്ലേ കൈയിന്റെ ഓർത്തിന് വേദനയുള്ളൊരു കൈ വെച്ച് പ്രാർത്ഥിക്കാൻ. അപ്പൊ എനിക്ക് പുറത്തുണ്ട് ഒരു വേദന, നീർക്കെട്ട് വരും. അപ്പം പുറം വേദനയും മരപ്പും ഇങ്ങനെ വരും ഇരിക്കുമ്പോ. അപ്പൊ അത് ഞാൻ ആ കൈ ഒരു ഇടത് കൈ ഇങ്ങനെ പുറകോട്ട് തിരിച്ച് പുറത്ത് കൈ വെച്ചോട്ട് വലത് കൈ കൊണ്ട് തോളിലും കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് കൈ എടുത്തപ്പോ എന്റെ തോളിന്റെ വേദന പോയി പാസ്റ്റർ. ആമേൻ. വലിയ സൗഖ്യം. തോളിന്റെ വേദന മാറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ സമയത്ത്. ആമേൻ. ആമേൻ. അങ്ങ് സൗഖ്യം, വലിയ കൂട്ട സൗഖ്യങ്ങൾ കർത്താവ് ചെയ്യുന്ന കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. പ്രിയസ്തു പറഞ്ഞ തോളിന് വേദനയായിട്ട് ഭാരപ്പെടുമായിരുന്നു, കൈ അങ്ങോട്ട് എടുത്തു വെച്ചു. അവസാനത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് മിസ്സാക്കരുത് നിങ്ങൾ. അവസാനത്തെ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? പാസ്റ്ററെ, ഇത് എന്റെ പേര് മേഴ്സി എന്നാണ്. പാസ്റ്ററെ പറഞ്ഞോ.
എൻ്റെ മോൾക്ക് സെർവൈക്കൽ ഡിസ്ക് പ്രോബ്ലമാണ്. അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബ്രദർ പറഞ്ഞ പോലെ യേശുവിൻ്റെ തിരുമുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവള് പക്ഷെ ഇവിടെ അല്ല, ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവള് ഫോണിൽ കൂടെ കാണുമ്പം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നോടൊന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു. മോളോട് പറഞ്ഞാൽ മതി, എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. എന്ത് മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവായ യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, എൻ്റെ വേദന, എൻ്റെ രോഗം യേശു. ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കുമ്പം പറയുക, ഇരിക്കുമ്പം പറയുക, ഉറപ്പിച്ച് പറയുന്നു, ആ രോഗം അവിടെ കാണത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് റിലീസ് ചെയ്യാണ്. കർത്താവ് രോഗശക്തിയോട് കൽപ്പിക്കുന്നു, ഇനി മേലാൽ ആ മകളുടെ മേലേക്ക് കയറാനോ സമ്മതിക്കത്തില്ല. ആ രോഗാത്മാവിനെ പുറത്താക്കുന്ന വചനം പറയുമ്പോൾ ഞെട്ടുന്ന രീതിയിൽ അത്ഭുത സൗഖ്യത്തെ തുറന്നു വിടുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ. പാസ്റ്റർ, എന്റെ മോളും ഹസ്ബൻഡും വിശ്വാസത്തിലല്ല, അതിന് ഏത് വചനം വെച്ചാ പ്രാർത്ഥിക്കുക? സിസ്റ്റർ, യോശുവയുടെ പുസ്തകത്തിലെ വാക്യമാണ് ഒന്ന് യോശുവയുടെ പുസ്തകം 33 അധ്യായത്തിൽ, ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. യോശുവയുടെ പുസ്തകം. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പാസ്റ്റർ ചന്ദ്രൻ എന്ന് പറഞ്ഞ അതെന്റെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛന്റെ ഫോൺ കെട്ടിക്കൊണ്ട് വന്ന മരുമോൾക്ക് 99% പേർക്കും വരാത്ത എന്തോ ഒരു രോഗമാണ്. ഞങ്ങൾ വിശ്വാസത്തിലായതുകൊണ്ട് ഞങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്റെ കൊച്ചച്ഛന്റെ മോളെയാണ് അത് വലിയൊരു സാക്ഷ്യമാണ്. എത്ര പേര് ആ പ്രവചന ആലോചന കേട്ടായിരുന്നു? ആ ചന്ദ്രൻ എന്നുള്ള പേര് ദൈവാത്മ വെളിപ്പെടുത്തി, അല്ലെ മകളെ, അല്ലെ തലമുറയെ തൊടുവാന്ന് പറഞ്ഞല്ലേ? അതെ സിസ്റ്റർ, കർത്താവ് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞില്ലേ, 99% ആൾക്കാരിലും വരാത്തൊരു ഏതോ ഒരു രോഗമാണത്. ഈ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, യേശു അത് സൗഖ്യമാക്കാൻ ധൈര്യത്തോടെ പറഞ്ഞു. ഒരു മടിയും വേണ്ട. ഇത് ഇത്രയും പ്രവചനാലോചന വെളിപ്പെട്ടുകൊണ്ട് കോൺഫിഡൻസോടെ പറയണം. സഹോദര, യേശുവിൻ്റെ നാമത്തിൽ മകള് സൗഖ്യമാകും, 100% ഉറപ്പാണ്. ധൈര്യത്തോടെ പറഞ്ഞു. ഇത് കർത്താവ് ഇടപെട്ടതാണ്, അത്ഭുതമാണ്, അത്ഭുതം കാണും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പക്ഷേ എന്തോ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ മോൾക്ക് ജർമ്മനിയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു അവർക്ക് 1.5 ലക്ഷം രൂപ ഇപ്പൊ അടയ്ക്കണമെന്ന്. ഉടനെ ഞാൻ ദിവസം പാസ്റ്റർ പറഞ്ഞ വചനമൊക്കെ എഴുതിയിരുന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് 1.5 ലക്ഷം രൂപ ലഭിക്കാൻ സഹായിച്ചു. ആമേൻ. കർത്താവ് അങ്ങ് തുറന്ന മതിൽ വഴിക്കായി നന്ദി പറയുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാസ്റ്റർ, ഞാനൊരു പ്രാർത്ഥന വിഷയമാണ്. എന്റെ ഹസ്ബൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ്. ഒരു മിനിസ്ട്രി തുടങ്ങാനായിട്ട് അവിടെ പോയേക്കുന്നതാണ്. അപ്പൊ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നു. 2 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര പ്രതിസന്ധിയിലാണ്. പൗലോസ് കപ്പച്ഛേദം വന്നകപ്പെട്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പ്രിയമകൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രിയ അഭിഷിക്തന ദേശത്തെ എല്ലാം കർത്താവ് അങ്ങയുടെ വചനത്തിന്റെ ശക്തിയും വെളിപ്പാടിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ സഹായം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കും. പൗലോസ് കർത്താവ് മെലീത്ത ദ്വീപിൽ അടുത്തതുപോലെ തന്നെ ആ കപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ ദേശത്തിറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ വാർത്ത കേൾക്കും. കർത്താവിൻ്റെ അത്ഭുതം അവിടെ കേൾക്കും. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ആ അനദർ ലെവലിലേക്ക് കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീബയ്ക്ക് ഒരു മോളുണ്ട്. ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അത് ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്, എന്റെ ചേച്ചിയുടെ മരുമോളാണ് ഇത്. അവരൊരു ഭവനം തുടങ്ങാനായിട്ട് ആലോചിക്കുകയായിരുന്നു. അത് വെളിപ്പെടുത്തിയായിരുന്നു. ദൈവദാസൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭവനം തുടങ്ങാനായിട്ട് ദൈവാലോചന പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അവർക്ക് ആ ഒരു ഇതുണ്ട്, ഒരു വീട് പണി തുടങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ട് അവര്. അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ വിഷയത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ അനിയത്തിലെ ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. കൃഷ്ണപ്രസാദാണ് പേര്, ഉഷാകുമാരി കൃഷ്ണപ്രസാദ് എന്നാണ് അവരുടെ പേര്. അതുപോലെ അവരുടെ ഒരു കാര്യം വെളിപ്പെടുത്തിയായിരുന്നു. എന്റെ വീട് പഴയൊരു വീട്, 50 വർഷത്തിന് മുമ്പുള്ള ഒരു പഴയ ഓടും വീടാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട്. ആ ഓട്ടോന്റെ ഉള്ളിൽ ചിത്രശലഭത്തിന്റെ ഒരു ഇത് അങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു.
അപ്പൊ അത് എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ ഓട്ടമാണ്. ആ വീട്ടിൽ ആരുമില്ല, ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. അതൊരു ശാപം പിടിച്ച ഒരു വീടാണ് ഇത്. ബ്രദർ നേരത്തെ വെളിപ്പെടുത്തിയ ഒരു വീടും കൂടിയാണിത്. ഞാൻ ഈ റൂമിൽ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, അന്നേരം ഞാൻ എന്റെ ആൾക്കാരോട്, ഞാൻ ഈ ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഇത് നോക്ക്, ഞാൻ പറഞ്ഞത് ഞങ്ങള് ബ്രദർ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോ പറയുന്ന മേമ അത് എനിക്കൊന്ന് അയക്കി, ഞങ്ങൾ കുഞ്ഞമ്മനെ മേമെന്ന് വിളിക്കുക, അപ്പൊ എന്റെ ഫോണിലേക്ക് ഒന്ന് അയക്കി എന്ന് പറഞ്ഞു. ആ ദിവസം തന്നെയാണ് സിസ്റ്റർ മ്യൂട്ടായി പോയല്ലോ, സൗണ്ട് സിസ്റ്ററെ കട്ടായി പോയല്ലോ, കേൾക്കുന്നില്ല. ഹലോ, കാരണം എന്താ പറഞ്ഞാ ഇത് സിസ്റ്ററെ കട്ടായി പോയായിരുന്നേ. സിസ്റ്ററെ കട്ടായി പോയായിരുന്നല്ലോ. ഹലോ, പറഞ്ഞു സിസ്റ്റർ, കട്ടായി പോയായിരുന്നു ഇടയ്ക്ക്. അയച്ചു കൊടുത്ത് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ ജൂലൈയിൽ തുടങ്ങിയാണ് ഞാൻ ഇതിൽ കയറിയത്. ഞാൻ കയറിയ ശേഷം എന്റെ പേര് വെളിപ്പെടുത്തി, എന്റെ അമ്മയുടെ പേര് വെളിപ്പെടുത്തി, എന്റെ അനിയത്തിയുടെ പേര് വെളിപ്പെടുത്തി, അതുപോലെ എന്റെ ചേച്ചിയുടെ മരുമകളുടെ പേര് വെളിപ്പെടുത്തി, ഒത്തിരി കാര്യങ്ങൾ ബ്രദറിലൂടെ എനിക്കിത് അറിയാൻ പറ്റി. എനിക്കിത് ഈ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ ഒരുതരം ഭ്രാന്താണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഈ സാക്ഷ്യം പറയുമ്പോൾ പറയണം വിചാരിച്ചു അനിയത്തിയുടെ കാര്യമൊക്കെ. പക്ഷെ ഈ പ്രാർത്ഥന ഇപ്പൊ കേൾക്ക് മാത്രമല്ല, ഇനി ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി കേട്ടിട്ടേ ഉറങ്ങുള്ളൂ. അതുപോലെ തന്നെ നേരം സിസ്റ്റർ ഇത് വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ വല്ലോ? ഞാൻ ആദ്യം വെക്കുന്ന ഈ വചനമാണ്, എന്നിട്ട് ബാക്കി ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഇത് എത്രയും പെട്ടെന്ന് എന്റെ കുടുംബത്തിൽ നടക്കണേന്ന്. ശാപക്കെട്ടുകളുടെ കുടുംബമാണെന്നും എല്ലാം ബ്രദർ പറഞ്ഞു. ഒരുപാട് പേരുടെ കാര്യം എന്നിലൂടെ ഈ കാര്യങ്ങൾ. അപ്പൊ നിന്റെ കാര്യം, അപ്പൊ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഞാനൊരു അത്ഭുതം പോലെയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരെല്ലാം ഏറ്റെടുക്കാൻ ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 9 മക്കളുണ്ട് ബ്രദറെ. എന്റെ അച്ഛനും അമ്മയും ഒരു ശാപത്തിൽ നിന്നാണ് മരിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ശാപത്തോടു കൂടിയാണ് അവർ മരിച്ചത്. അതുപോലെ ആ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞത് മാത്രമല്ല, ഈ കുടുംബത്തിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ കർത്താവ്, എന്റെ കർത്താവിന്റെ സ്നേഹം എന്തെന്നും ഇത് ഒരു പരിധിയിൽ നിന്നാലേ അത് നടക്കുള്ളൂ എന്നുള്ളതെല്ലാം എന്റെ കുടുംബത്തിൽ എല്ലാവരും അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ 9 മക്കളിൽ എന്നെ മാത്രമാണ് എന്റെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടായിരുന്നു എന്നോട്, അപ്പോ സിസ്റ്ററെ വിഷമിക്കേണ്ട, എല്ലാവരും വന്നോളും. ഒരു വാഴക്കൊലയില് എല്ലാം ഒരുമിച്ച് പഴുക്കില്ലല്ലോ. ആദ്യം ഒരെണ്ണം പഴുക്കും, പിന്നെ അത് അടുത്ത് പഴുക്കും, അങ്ങനെ വരുള്ളൂ. നമ്മള് ദൈവത്തിലേക്ക് വരുന്നത് അങ്ങനെ മാത്രമേ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സിസ്റ്റർ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കും ഈ വിഷയത്തിന് വേണ്ടി വരണം. അതുപോലെ ബ്രദറെ പ്രാർത്ഥിക്കണം ഈ കാര്യത്തിന് വേണ്ടി. കാരണം എന്റെ കുടുംബസമേതം മുഴുവൻ തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും. ഈ ദിവസങ്ങളിൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഇന്ന് ആഴങ്ങളിലേക്ക് വെളിപ്പെടുത്തിയൊരു കുടുംബമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മളെ ജീവിതത്തിൽ സാക്ഷ്യമാക്കുവാനും അടുത്തൊരു പടിയിൽ നമ്മളെ ഉയർത്തുവാനും ആഗ്രഹിക്കുന്നു. അത് സ്വീകരിക്കുന്നതിലൂടെ അത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു അനുഗ്രഹം കേട്ടോ. ഒരാളുടെ ആലോചന കേൾക്കുന്ന നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ആ അന്തരീക്ഷത്തിൻ്റെ അകത്താണ്. വലിയൊരു ഭാഗ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, സമയപരിമിതി ഉള്ളതുകൊണ്ട്. ബാക്കി നമുക്ക് നാളെ സാക്ഷ്യം കേൾക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. എന്തോ പറഞ്ഞു? എന്റെ ചേച്ചിക്ക് ഒരു സാക്ഷ്യം പറയാനാണ് ബ്രദറെ. ചേച്ചിക്ക് ഫോണ് മ്യൂട്ട് ആവില്ല ബ്രദറെ, അതുകൊണ്ടാണ്. എന്റെ ചേച്ചി കൊല്ലത്താണ്. 16 വർഷമായി ബ്രദറെ. ഒരു ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ചേച്ചിയാണ്. ചേച്ചിക്ക് നടക്കാനോ ഒന്നിനും ജോലി ചെയ്യാനോ ഒന്നും സാധ്യമല്ലായിരുന്നു. ഇപ്പം കർത്താവിൽ വിശ്വസിച്ച് 1 വർഷം കൊണ്ട് ചേച്ചി തനിയെ വാക്കർ ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഒറ്റ സ്റ്റിക്ക് ഉപയോഗിച്ച് ചേച്ചിക്ക് ആവശ്യമുള്ള ഒരു വീട്ടിൽ ആവശ്യമുള്ള ജോലി എല്ലാം ചെയ്യുന്നുണ്ട് ബ്രദറെ. കൊല്ലത്ത് പ്രാർത്ഥന നടത്തുമ്പോൾ എന്റെ ചേച്ചി എനിക്ക് അവിടെ ഞാൻ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ തിരുവനന്തപുരത്താണ്. കൊല്ലത്ത് വന്ന് ചേച്ചിയും കൊണ്ട് ഞാൻ വരും ബ്രദറെ. എന്റെ ചേച്ചി 16 വർഷം കൊണ്ട് ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല ബ്രദറെ. അതെനിക്ക് കണ്ട് എന്റെ ഒരു ആഗ്രഹം സാധിക്കണം ബ്രദറെ. അത് തീർച്ചയായിട്ടും ചെരുപ്പ് മേടിച്ചുകൊണ്ട് പോരുക. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ കൃപയിൽ നടന്നു അല്ല ഓടിച്ചാടി കർത്താവ് അയക്കും. ധൈര്യത്തോടെ വാ കർത്താവിൻ്റെ കൃപയിൽ. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യും. എനിക്കറിയാം സാക്ഷ്യങ്ങൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ പ്രാർത്ഥനകളിൽ കൂടാനും കാണാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ ഒരുമിച്ചാണ്, നമ്മൾ ഒരുമിച്ചാണ്. ആ ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു സൈന്യം പോലെയാണ് കർത്താവിൻ്റെ കൂടെ. യേശുവിനെ ഉയർത്തുകയാണ്. പട്ടണത്തിലെ പിശാചുക്കൾ ഓടും.
അവിടെയുള്ള മദ്യപാനത്തിൻ്റെയും ഇടർച്ചയുടെയും കലഹത്തിൻ്റെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളെ ചവിട്ടി മെതിക്കുവാൻ അധികാരം ലഭിച്ചവരാണ് നമ്മൾ. ഈ ബോധത്തിൽ വരാൻ വേണ്ടി വേണം നിങ്ങൾ വരാൻ. നിങ്ങൾ അടുത്തൊരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് മാറും. ഇനി നിങ്ങൾ ഒരു ബ്രദറിനെയും പുറകെ ഓടുന്നവരല്ല, അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരായി കർത്താവ് തീർക്കും. ഗോഡ് ബ്ലെസ് യു. ഇന്ന് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കേട്ട വചനങ്ങൾ, ആലോചനകൾ, എനിക്കറിയാം ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. നിങ്ങൾ സാക്ഷ്യം അയച്ചിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടെ നിങ്ങളത് അയക്കുക. ഞാൻ പലതും കേട്ടുകൊണ്ട് വരികയാണ്. ഒത്തിരി കോളുകൾ എനിക്ക് മിസ്സാവുന്നുണ്ട്. പലരും സങ്കടപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുന്നത്, മാനസികമായിട്ട് നമുക്കിത് നിയന്ത്രിക്കുന്നതിലും അപ്പുറമായിട്ടാണ് പ്രയർ റിക്വസ്റ്റുകളും അല്ലെങ്കിൽ കോളുകളും ടെസ്റ്റിമോണികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മളെ അടുത്ത പടിയിലേക്ക് ദൈവം ഉയർത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും പ്രാർത്ഥിക്കുക, കർത്താവ് ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണം. എനിക്ക് കർത്താവിനെ സ്തുതിക്കുക. ഞങ്ങൾക്ക് ദൈവമക്കൾ ഒരുമിച്ച് ദേശത്തെ പിടിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗം ദൈവം ഞങ്ങളെ ഉപയോഗിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഉപയോഗിക്കും. ഇന്ന് രാജ്യങ്ങളിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലൈവിൽ നമ്മുടെ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു. നമുക്ക് സൂമിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക്